ആദ്യത്തെ ഫെമിനിസ്റ്റ് എഴുത്തുകാരികളിൽ ഒരാളായ കെ സരസ്വതി അമ്മയുടെ 50ാം ചരമവാർഷിക പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, 1930കളിൽ സാഹിത്യ മേഖലയിലേക്ക് കടന്നു വരികയും 40കളിൽ സജീവമാവുകയും പിന്നീട് മെല്ലെ നിശബ്ദയാവുകയും ചെയ്ത എഴുത്തുകാരിയാണ് കെ സരസ്വതി അമ്മ. നിശബ്ദതയിലേക്കുള്ള നടത്തത്തിൽ സാമൂഹിക ബലങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. സരസ്വതി അമ്മയെ ഓർമ്മിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നത് സ്ത്രീകളുടെ ബൗദ്ധികവും സാംസ്കാരികവും സാഹിത്യ സംബന്ധിയുമായ ഇടത്തെക്കുറിച്ചുള്ള ആലോചനകൾ കൂടിയാണ്. ഹർഷഭരിതമായ ഒരു ഉഗ്രസമരമാണ് ജീവിതം എന്ന് പറഞ്ഞ് സരസ്വതി അമ്മയുടെ സർഗാത്മകതയെയും ജീവിതത്തെയും അടുത്തറിയാനും അതിലൂടെ പരസ്പരം ചേർന്ന് നിൽക്കാനും ഊർജം പകരാനും കഴിയുന്ന ഒരു സന്ദർഭമാണിത്. മലയാളത്തിലെ ആദ്യ ഫെമിനിസ്റ്റ് കഥാകൃത്ത് എന്ന് വിളിക്കാവുന്ന കെ സരസ്വതി അമ്മയുടെ 50ാം ചരമവാർഷികത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഞാനിവിടെ സ്വാഗതം പറയുന്നത് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന കവിയും ചിത്രകാരിയും എല്ലാമായ സാവിത്രി രാജീവനാണ്. നമ്മോടൊപ്പം ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്ന സാവിത്രി ചേച്ചിക്ക് ഞാൻ എൻ്റെ പേരിലും ഈ പരിപാടിയുടെ ഓർഗനൈസേഴ്സിൻ്റെ പേരിലും ഹൃദയപൂർവ്വം സ്വാഗതം പറയുന്നു. പരിപാടി എന്ന് പറഞ്ഞാൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന സരസ്വതിയമ്മ അനുസ്മരണമാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് വളരെ പ്രിയങ്കരിയായ നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രമതി ടീച്ചറാണ്. സാമൂഹ്യ ചരിത്രകാരിയും എഴുത്തുകാരിയും പരിഭാഷകയുമായ ജയദേവികയെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ആമുഖം നിർവഹിക്കുന്നത് ഡോക്ടർ ജി ഉഷാകുമാരിയാണ്. ഉഷാകുമാരിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്തിലെ വളരെ പ്രധാനപ്പെട്ട 2-3 ജനപ്രതിനിധികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒന്ന് ചൂടാറ്റുകോട്ട 15ാം വാർഡിലെ മെമ്പർ ശ്രീ ഗോപാലകൃഷ്ണൻ, നേമം ബ്ലോക്ക് മെമ്പർ ജയകുമാരി, മുൻ മെമ്പർ ചൂടാറ്റുകോട്ടയിലെ മുൻ മെമ്പറായ ഹരിപ്രിയ മുതലായവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ജനപ്രതിനിധികൾക്കും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം പറയുന്നു. ഇപ്പോൾ നടക്കുന്നത് ഇന്നത്തെ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം എന്ന നിലയ്ക്ക് മാത്രമല്ല എന്ന് കവി ആശാലത പറയുകയുണ്ടായി. ഇനി നടക്കാൻ പോകുന്ന 1 കൊല്ലത്തോളം നീണ്ടു നിൽക്കാൻ പോകുന്ന പലതരം സെമിനാറുകൾ, പ്രഭാഷണങ്ങൾ, കഥാവായനകൾ, ചർച്ചാ സെഷനുകൾ, അതേപോലെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുമായിട്ടുള്ള ക്വിസ് മത്സരങ്ങൾ, പ്രബന്ധ മത്സരങ്ങൾ, കൂടാതെ പറ്റുമെങ്കിൽ നമ്മൾക്ക് ഒരു പുസ്തക പ്രസാധനം തുടങ്ങിയിട്ടുള്ള പലതരം കാര്യങ്ങൾ, അതിലുപരിയായി സരസ്വതിയമ്മ മുന്നോട്ട് വെച്ച കഥാതന്തുക്കളെ മുൻനിർത്തിയിട്ട് ചില പെർഫോമൻസുകൾ, ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന നാടകം പോലെയുള്ള ചില പെർഫോമൻസുകൾ, സ്കിറ്റുകൾ, പലതരം ആലോചനകൾ, ഒരു പക്ഷേ നമ്മൾ അടയാളപ്പെടുത്തേണ്ടതായ, സമകാലികമായി അടയാളപ്പെടുത്തേണ്ടതായ ചില സ്ത്രീവാദ അടയാളങ്ങളെ കൂടി നമ്മൾ ഇവിടെ കരുതേണ്ടതുണ്ട്. ഇനി നടക്കാൻ പോകുന്ന തരത്തിൽ ഒരു പക്ഷേ നടക്കാനിടയുള്ളതും തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ചു നിന്നാൽ, എല്ലാവരും കൂടി പരസ്പരം തുറസോടുകൂടി ഒന്നിച്ചു നിന്നാൽ, പല കൊച്ചു കൊച്ചു വിയോജിപ്പുകളെ മാറ്റി നിർത്തിക്കൊണ്ട് എന്നാൽ പ്രധാനപ്പെട്ട രീതിയിൽ നമ്മൾ പ്രധാനമായി കരുതുന്ന കാര്യങ്ങളുടെ പേരിൽ ഒന്നിച്ചാൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു ഗ്രൂപ്പാണ് ഇതെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇവിടെ എഴുത്തുകാർ മാത്രമല്ല, അഭിനേത്രികളുണ്ട്, അതേപോലെ കലാപരമായി മറ്റു തരം കഴിവുകൾ ഉള്ളവർ ഉണ്ട്, അടയാളപ്പെടുത്തിയവർ തന്നെയാണുള്ളത്. ചിത്രകാരികളുണ്ട്, പരിഭാഷകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ഗവേഷകരുണ്ട്, പലതരത്തിൽ പത്രപ്രവർത്തകരുണ്ട്. നമുക്കെല്ലാം ഒന്നിച്ചു നിന്നാൽ ഇന്ന് നമ്മുടെ സർഗാത്മകതയിലൂടെ, അതേപോലെ നമ്മുടെ രാഷ്ട്രീയമായ ചില ജസ്റ്റേഴ്സിലൂടെ പോലും നമുക്ക് കാലത്തെ മാറ്റി നമുക്ക് കുറച്ചുകൂടെ ജീവിതവ്യമാക്കാൻ, ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകത്തെ കുറച്ചെങ്കിലും നമുക്ക് ഉണ്ടാക്കിത്തീർക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അതിനുള്ള ഒരു കൂട്ടായ്മയ്ക്കുള്ള ഒരു സാധ്യതയും കൂടി ഇവിടെ ആരായുകയാണ്. സരസ്വതിയമ്മ
മരിച്ചിട്ട് ഇപ്പോൾ 50 വർഷത്തിലേറെയായി. പക്ഷേ അവർ ബാക്കി വെച്ച ലോകം, അവരുടെ എഴുത്തിൻ്റെ ലോകം, അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ലോകം ഇപ്പോഴും നമ്മുടെ എന്താ പറയുക ഹോണ്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ വ്യത്യസ്തമായ രൂപത്തിൽ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. അവർ അവതരിപ്പിച്ച അവരുടെ സർഗാത്മക ജീവിതത്തിൽ കൂടി അവതരിപ്പിച്ച പ്രശ്നങ്ങളെല്ലാം തന്നെ പല വ്യത്യസ്ത രൂപത്തിൽ നമ്മളെ ഇപ്പോഴും അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് ഇപ്പോൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം? നമുക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ആ തരത്തിലാണ് നമ്മൾ പറയുന്നത്. പുരുഷന്മാർ നമുക്ക് സ്വാതന്ത്ര്യം തരുന്നു, എല്ലാത്തിനും നമുക്ക് മല കയറാനോ റോക്കറ്റ് വിടാനോ എല്ലാത്തിനും നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളെല്ലാം അത്തരം ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ പറയും. മീഡിയകളാണെങ്കിലും ഭരണാധികാരികളാണെങ്കിലും എല്ലാം തന്നെ സ്ത്രീ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നൊരു കാലമാണ്. നമ്മൾ സ്ത്രീകളെ സംരക്ഷിക്കും, സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ സൗഖ്യത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു ഭരണകൂടമാണ്, അല്ലെങ്കിൽ അതിനു പറ്റിയിട്ട് മീഡിയകളാണ്. എല്ലാത്തരം ആളുകളും അതിനു വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ കോർപ്പറേറ്റുകൾ പോലും സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി പറയുന്നുണ്ടാവാം. അത് സത്യത്തിൽ അത് ഒരു ട്രാപ്പാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സരസ്വതി അമ്മയുടെ സ്മരണയെ കേരളം മുഴുവൻ ഇങ്ങനെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിലൂടെ ആദരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. സരസ്വതി അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ദിവസമുണ്ടാകുമെന്ന്, ഇങ്ങനെ ഒരു ആഘോഷമുണ്ടാകുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആത്മാവ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് ഉണ്ടെങ്കിൽ അത് സന്തോഷിക്കുന്നുണ്ടാകും. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ വാക്കുകൾ വൃഥാവിലാവില്ലല്ലോ എന്ന് സന്തോഷിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കാര്യമാണ്. സ്ത്രീ കൂട്ടായ്മയിൽ നിന്ന് ഉണ്ടാകുന്ന ഇത്തരം സംഗമങ്ങൾ, മീറ്റിങ്ങുകൾ, പ്രഭാഷണങ്ങൾ ഒക്കെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത് ആണ്. മലയാള സാഹിത്യത്തിലെ പെൺധാരകൾ തുടങ്ങുന്നത് 2 വ്യത്യസ്ത ധാരകളിൽ നിന്നാണെന്നാണ് എൻ്റെ നിഗമനം. ഒന്ന് ലളിതാംബിക അന്തർജനം, മറ്റേത് കെ സരസ്വതി അമ്മ. അപ്പോൾ ഫെമിനിസത്തിനെ പൊതുവായിട്ട് 2ആയിട്ട് തിരിക്കാം എങ്കിൽ സരസ്വതി അമ്മയുടേത് റാഡിക്കൽ ഫെമിനിസവും ലളിതാംബിക അന്തർജനത്തിൻ്റേത് മോഡറേറ്റ് ഫെമിനിസവുമാണ്. കാരണം ഒരിക്കലും സരസ്വതി അമ്മ തൻ്റെ ഉള്ളിലുള്ള സ്നേഹമായാലും ദ്വേഷമായാലും മറച്ചു വച്ചിട്ടില്ല. പുരുഷാധിപത്യം കലർന്ന ഒരു ലോകത്തോട് പുരുഷന്മാരില്ലാത്ത ലോകത്തെ സങ്കല്പിച്ച് ഉറക്ക വിളിച്ചു പറയാനുള്ള ധൈര്യം സരസ്വതി അമ്മയ്ക്കേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ലളിതാംബിക അന്തർജനം അങ്ങനെയല്ല. വളരെ സുരക്ഷിതമായിട്ട് കളിക്കുന്ന ഒരു ലേഡിയാണ്. അവരുടെ ആ സോഷ്യൽ സ്റ്റാൻഡിങ്, ഞാൻ ആരുടെ മകളാണ്, ഏത് കുടുംബത്തിലേതാണ്, ആരാണ് എൻ്റെ സഹോദരൻ, ഇതൊക്കെ ഓർത്ത് അതിനകത്ത് നിന്ന് കളിക്കുന്നതാണ്. ലളിതാംബിക അന്തർജനം പ്രതികാരദേവത എന്ന കഥ എഴുതുമ്പോൾ അത് കുറിയേടത്ത് താത്രിയുടെ സ്മാർത്ഥ വിചാരത്തെക്കുറിച്ചുള്ള കഥയാണ്. അതുപോലും ഡയറക്റ്റായിട്ട് പറയാൻ മടിച്ചിട്ട് സ്വപ്നം എന്ന മീഡിയം സ്വീകരിക്കുന്നു. താത്രി എഴുത്തുകാരിയുടെ മുന്നിൽ അവതരിക്കുന്നത് സ്വപ്നത്തിൽ കൂടിയാണ്. എന്നെക്കുറിച്ചൊരു കഥ എഴുതൂ എന്ന് പറഞ്ഞ് ലളിതാംബിക അന്തർജനം അവരെക്കുറിച്ച് കഥ എഴുതുകയാണ്. സരസ്വതിയമ്മ നിഷ്പ്രഭമാക്കി പല സാമൂഹ്യ സ്ഥാപനങ്ങളെയും കാണിച്ചു. കുടുംബം, വിവാഹം തുടങ്ങി പലതിനെയും. അപ്പോൾ നമുക്കറിയാം സ്ത്രീത്വം എന്നാൽ കുടുംബത്തിനകത്ത് എങ്ങനെ ഒതുക്കപ്പെടുന്നുവെന്ന്. ഇത് വെട്ടിത്തുറന്ന് പറയാൻ അന്ന് സമൂഹം പാകമായിരുന്നില്ല. അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാൻ, ഇന്ന് നമ്മൾ അടിച്ച കയ്യടിയോടെ സ്വീകരിക്കാൻ അന്നത്തെ ആൾക്കാർ തയ്യാറായിരുന്നില്ല. അതാണ് അവർ ജീവിതത്തിലും ഉദ്യോഗമണ്ഡലത്തിലും ഒക്കെ ഒതുക്കപ്പെട്ടത്. അവരുടെ ചരമവാർത്ത ഒരൊറ്റക്കോളം ന്യൂസായി മാറിയത്, അക്കാഡമികളും സംഘടനകളും അവരുടെ പുറകെ ചെല്ലാത്തത്. ഒരു സരസ്വതിയമ്മ മരിച്ചു, നമ്മൾ ചരമക്കോളം നോക്കാറുണ്ടല്ലോ. ഞാൻ ചിലപ്പം നല്ല ഫോട്ടോകളൊക്കെ കാണുമ്പോൾ നോക്കാറുണ്ട്, കഷ്ടം ഇവർ മരിക്കേണ്ടായിരുന്നു എന്നിങ്ങനെ തോന്നിയിട്ടുണ്ട്. അതിനപ്പുറം ഒന്നും സരസ്വതിയമ്മയുടെ മരണത്തിനും ആർക്കും തോന്നിയില്ല. ആരോ ജീവിച്ചു, എവിടെയോ ജനിച്ചു, എങ്ങനെയോ ജീവിച്ചു, മരിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ അവർ തന്ന സംഭാവന എന്തായിരുന്നു നമുക്ക്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്, സ്ത്രീകളുടെ ലോകത്തിന് എന്ന് ആരും ആലോചിച്ചില്ല. കാരണം
സരസ്വതി അമ്മയെ ഒരു സാഹിത്യകാരിയായിട്ട് കാണാൻ തന്നെ പുരുഷന്മാരില്ലാത്ത ലോകത്തെ വിളിച്ചു പറഞ്ഞ ആ ലേഡിയെ, ആ വന്ധ്യ എഴുത്തുകാരിയെ അങ്ങനെ കാണാൻ, ആ സ്വത്വത്തെ ബഹുമാനിക്കാൻ നമ്മൾ പാകമായിരുന്നില്ല. ഇന്നാണെങ്കിൽ നേരെ തിരിച്ചായിരുന്നു. സരസ്വതി അമ്മ തലതൊട്ടമ്മയായി വാഴ്ത്തപ്പെട്ടേനെ. നമ്മളവരെ സാങ്കല്പികമായെങ്കിലും ഒരു ആനപ്പുറത്തിരുത്തി എഴുന്നള്ളിച്ച് കൊണ്ടുപോയേനെ. കാരണം അത്രത്തോളം അവർ നമുക്ക് ഒരു വഴികാട്ടി ആയിരുന്നു. വഴികാട്ടിയുടെ സ്ഥാനത്ത് അവരുണ്ടായിരുന്നു. അന്ന് വഴി പോലും തിരിച്ചറിയാത്ത ഒരു കാലത്ത് സ്ത്രീക്ക് എന്തിനാണ് വഴികാട്ടി? ആ ഒരു കാലത്താണ് സരസ്വതി അമ്മ തൻ്റെ കഥകൾ എഴുതിയിരുന്നത്. പെൺബുദ്ധി പിൻബുദ്ധി അല്ല എന്ന് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പെൺകുട്ടി ഇന്ന് ചരിത്രം സൃഷ്ടിച്ച നായികയായിട്ട് അവരോധിക്കപ്പെടുന്നു. നമ്മൾ അവരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഇതൊരു വലിയ കാര്യമാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ, സരസ്വതി അമ്മയുടെ സ്മരണയ്ക്ക് ആദരവർപ്പിക്കുവാൻ, സ്നേഹമർപ്പിക്കുവാൻ ഇവിടെ ദീപിക പറയുന്ന വാക്കുകൾക്ക് ഞാനും ചെവിയോർക്കുന്നു. അപ്പോൾ എല്ലാ ഔപചാരികതയോടും കൂടി ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എത്രയോ കാലമായി തോന്നുന്നു നമ്മളിങ്ങനെയൊക്കെ ഒന്ന് കൂടിയിട്ട്. ഏതെങ്കിലും ഒരു അധികാര സ്വരൂപത്തിൻ്റെ നിഴലിലല്ലാതെ കേരളത്തിൽ ഫെമിനിസ്റ്റുകൾക്ക് കൂടാമെന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്ത ഒരവസരമാണിത്. നമ്മുടെ സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കൂട്ടുചേരുന്ന, നമ്മുടെ നമ്മളെല്ലാവരും പങ്കുവയ്ക്കുന്ന ഒരു സ്മൃതിയെ ശക്തിപ്പെടുത്താനും അതിന് തെളിച്ചുണ്ടാക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ആദ്യം എന്തിനല്ല എന്ന് പറയണം തോന്നുന്നു. ഒന്ന്, നമ്മൾ വിഗ്രഹവൽക്കരിക്കാൻ, ഒരു പുതിയ വിഗ്രഹത്തെ ഉണ്ടാക്കി ഒരു പുതിയ ഭജന സംഘത്തെ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, തീർച്ചയായിട്ടുമല്ല. പൂർവ്വ മാതാവ് എന്നുള്ള നിലയിലേക്ക് സരസ്വതി അമ്മയെ ഉയർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അവർ പൂർവ്വ മാതാവാണോ എന്ന് വെച്ചാൽ ഒരു തലമുറ മുമ്പ് എന്നുള്ള ആ ചരിത്രപരമായ വേർതിരിവ് അവർക്ക് ബാധകമാണോ എന്ന് സംശയമാണ്. ഈ മാതാവ് എന്നുള്ള വിവരണം ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെടാനും സാധ്യതയില്ല. 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായി വന്ന ആധുനിക വിവാഹ ബന്ധത്തെയും കുടുംബത്തെയും ഇത്ര അടിയോടെ വിമർശിച്ച ഒരു വ്യക്തിയെ നമ്മുടെ വ്യവഹാരങ്ങളിൽ ഉറപ്പിക്കാൻ ഒരു കുടുംബ രൂപകം ആവശ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു പക്ഷേ ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. ഒന്ന്, സരസ്വതി അമ്മ വെറും എഴുത്തുകാരി മാത്രമൊന്നുമല്ല, അവർ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച സാമൂഹ്യ ചിന്തകയാണ്. ആ കാലത്ത് 20-ാം നൂറ്റാണ്ടിലുണ്ടായ അടിയോടെ ഉണ്ടായ പല സാമൂഹ്യ മാറ്റങ്ങളും, പ്രത്യേകിച്ചും വിവാഹ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും വന്ന മാറ്റങ്ങളെ ഇത്ര സൂക്ഷ്മതയോടെ, ഇത്ര സാമൂഹ്യശാസ്ത്രപരമായ കൃത്യതയോടെ തിരിച്ചറിഞ്ഞ മറ്റാരും തന്നെ കേരളത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ കുടുംബവാദം, അത് ഇംഗ്ലീഷിൽ നമ്മളതൊരു ഫെമിലിയലിസം എന്ന് പറയും. അതായത് സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്, അടിസ്ഥാനപരമായ യൂണിറ്റ് കുടുംബമാണ്. കുടുംബമേ ആകാനിടയുള്ളൂ, വേറെ ഒരു സ്ഥാപനത്തെയും നമുക്ക് അവിടെ സങ്കല്പിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുകയും ഈ കുടുംബത്തിന് വേണ്ടത്ര വിഭവങ്ങളും സൗകര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സമൂഹം മെച്ചപ്പെടും എന്ന ചിന്തയാണ് ഈ ഫെമിലിയലിസം എന്ന് പറയുന്നത്. ഈ കുടുംബവാദം സർവത്ര, അതായത് ഒരു വലിയ പ്രത്യയശാസ്ത്രമായിട്ട് വളരുകയും എല്ലാ തരം സാമൂഹ്യ പ്രസ്ഥാനങ്ങളാകട്ടെ, എല്ലാ തരം നീതിപരമായിട്ടുള്ള സമരങ്ങളാകട്ടെ, ഇതിലെല്ലാം പടർന്നു പിടിച്ച ഒരു കാലമാണ്. ഈ കുടുംബവാദം ഉടനീളം പടർന്നു പിടിക്കുന്ന ഒരു കാലത്ത് ഈ കുടുംബം എന്താണ് സ്ത്രീകളോട് ചെയ്യുന്നതെന്ന് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ഒരു സ്ത്രീ, അങ്ങനെ ഒരു സ്ത്രീയാണ് നമ്മളിന്ന് ഓർമ്മിക്കുന്നതെന്ന്. എന്തെല്ലാം നഷ്ടങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും അത് സംസാരിക്കും എന്ന് ഉറച്ച് തീരുമാനിച്ച ഒരു സ്ത്രീയുടെ സ്മരണയാണ് നമ്മളിന്ന് പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കുടുംബത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം, കൊളോണിയൽ ഭരണം കേരളത്തിൽ വന്നതോട്, അതായത് പഴയ ഇന്ത്യയിൽ വന്നതോടുകൂടി ഈ കൊല്ലിനും കൊലയ്ക്കുമുള്ള അധികാരത്തിന് കുറച്ചൊക്കെ ഒരു കുറവ് വരുന്നുണ്ട്. അത് പണ്ട് കാരണവർ വിചാരിച്ചാൽ ഒരു അനുസരണ കെട്ട എന്ന് തീരുമാനിച്ച ഒരു സ്ത്രീയെ കൊല്ലാനോ പുറന്തള്ളാനോ ഉള്ള അധികാരം ഈ വരേണ്യ സമുദായങ്ങളിലെല്ലാം ഉണ്ട്. അത് ബ്രിട്ടീഷ് ഭരണം വരുന്നതോടുകൂടിയാണ് അതിൽ ലേശം ഒരു കുറവ്. അത് മുഴുവനും മാറിയിട്ടില്ല, രഹസ്യമായിട്ടത് നടന്നിട്ടുണ്ട്. എങ്കിലും നേരിട്ടങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയി കേസ് കൊടുത്താൽ പോലീസ് അന്വേഷിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നത് ഈ ബ്രിട്ടീഷ് ഭരണകാലത്താണ്. അപ്പോൾ ഈ പുതിയ കുടുംബം, അപ്പോൾ
ഇതിന് കാരണം അധികാരത്തിനെതിരെയാണ് ഈ സമുദായ പരിഷ്കരണ ശ്രമങ്ങളെല്ലാം വരുന്നത്. പക്ഷേ അവര് സങ്കല്പിച്ച പുതിയ കുടുംബത്തിൽ കൊല്ലാനുള്ള അധികാരമില്ല, പക്ഷെ ശിക്ഷിക്കാനോ പുറന്തള്ളാനോ ഉള്ള അധികാരമായിട്ട് മാത്രം ചുരുക്കി അത് ആധുനിക പിതാവിൽ കൊടുക്കുകയാണ്. അമ്മയ്ക്ക്, അത് സ്ത്രീക്ക് മുമ്പ് അധികാരമില്ലായിരുന്ന, അധികാരശൂന്യായിരുന്ന സ്ത്രീക്കാകട്ടെ ഈ കുടുംബത്തിൽ അച്ചടക്കം ഉള്ള പൗരജനങ്ങളെ കുടുംബത്തിലൂടെ, മക്കളെ ആയാലും ഭർത്താവായാലും ഇവരിലൊക്കെ ആധുനിക അച്ചടക്കം സൃഷ്ടിക്കുന്ന തരം അധികാരം, ഡിസിപ്ലിനറി പവർ എന്നോ ഗവൺമെന്റൽ പവർ എന്നൊക്കെ പറയുന്ന തരം അധികാരങ്ങൾ ഈ അമ്മയെ അതിൻ്റെ ഏജന്റാക്കി മാറ്റുക. അങ്ങനെ ഈ കുടുംബത്തിനെ, ഈ ആധുനിക കുടുംബത്തിനെ 2 തരം അധികാരങ്ങളിൽ ഉറപ്പിക്കുക. പക്ഷെ നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു വീട്ടിൽ അച്ഛനായിരിക്കില്ല നമ്മളെ നിയന്ത്രിക്കുക. നമ്മളെ പിതൃമേധാവിത്വത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും അധികം അധ്വാനിക്കുന്നത് ആധുനിക വിദ്യാഭ്യാസം നേടിയ മാതാവ് തന്നെയായിരിക്കും. കാരണം അതാണ് അവർക്ക് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ധർമ്മം. പക്ഷേ നിങ്ങൾ അതിർത്തി കടന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ വരേണ്യ ജാതിയെ ഉപേക്ഷിച്ച് മറ്റൊരു ജാതിയിലേക്ക് പോകാൻ തീരുമാനിച്ച, വിവാഹം വഴിയായിട്ട് വേറെ വഴിയായിട്ട് പോയാൽ ആരാണ് നിങ്ങളെ ഡിസിപ്ലിൻ ചെയ്യുന്നത്? അവിടെ അച്ഛനാണ്. നിങ്ങളെ എടുത്ത് പുറത്തു കളയാനുള്ള അധികാരം ഈ പറയുന്ന പിതാവിനാണ്. പിതാവിനും ആധുനിക സമുദായ നേതൃത്വത്തിനുമാണ്. വരേണ്യരുടെ കഥ ഇതാണെങ്കിൽ, ഈ വരേണ്യരല്ലാത്ത മനുഷ്യരുടെ കഥ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവരുടെ കുടുംബ ജീവിത നിർമ്മിതിക്ക് മറ്റൊരു ചരിത്രം തന്നെയുണ്ട്. ഇത് രണ്ടും ഇതുകൊണ്ട് തന്നെയാണ് 20-ാം നൂറ്റാണ്ടിലെ ഫെമിനിസത്തിന് ഈ ഒരു വലിയ മാസ് അപ്പീൽ ഉണ്ടാക്കാൻ പറ്റാതെ പോയത്. കാരണം വരേണ്യ സ്ത്രീകളുടെ കുടുംബ നിർമ്മിതി ചരിത്രമല്ല അവരേണ്യ സ്ത്രീകൾ, അത് മറ്റൊരു ചരിത്രം തന്നെയാണ്. അത് തൊഴിലാളി സമരങ്ങളിലൂടെയും മറ്റും, ആദ്യം ജാതി വിരുദ്ധ സമരങ്ങളിലൂടെ, പിന്നീട് തൊഴിലാളി സമരങ്ങളിലൂടെ ആണ് ആ സാധ്യത, ഈ വിവാഹ സാധ്യത, ഈ പറയുന്ന പോലെ മോഡേൺ കോൺജുഗാലിറ്റി എന്ന് പറയുന്നില്ല, ആധുനിക ദാമ്പത്യാധിഷ്ഠിതമായ വിവാഹം സാധ്യമാകുന്നത് തന്നെ. പക്ഷെ അത് സാധ്യമാകുന്ന സമയത്ത് തന്നെ അതിനെ ഭരണകൂടമാണ് ശരിക്കും. അതായത് കേരളത്തിലുണ്ടായ ജനാധിപത്യ ജനക്ഷേമ ഭരണകൂടം 50-കളിലൊക്കെ ഉണ്ടായ അത് തന്നെയാണ് ഈ കുടുംബജീവിത സാധ്യത ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ സാധ്യത പോലും ഈ പറയുന്ന പോലെയാണ്, തികച്ചും പിതൃമേധാവിത്വപരമായ രീതിയിലാണ് സങ്കല്പിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ അന്ന ലിൻബർഗ് ഒക്കെ പറയുന്ന പോലെ എഫിമിനൈസേഷൻ, ഈ സ്ത്രീ തൊഴിലാളികളെ തൊഴിൽ മണ്ഡലത്തിൽ നിന്ന് പിൻവലിച്ച് കുടുംബിനികളാക്കാനുള്ള പലതരം ശ്രമങ്ങൾ നേരിട്ടും അല്ലാതെ. ഉദാഹരണത്തിന് ജനയുഗം, 1950-കളിലെ ജനയുഗം ആരെങ്കിലും എടുത്ത് നോക്കിയാൽ മതി, പത്രങ്ങൾ വൻ സമരങ്ങളുടെ ചിത്രങ്ങളുണ്ടാവും, വലിയ ഫോട്ടോകളാണ്. അപ്പം നമുക്ക് കണ്ടാലറിയാം, അണ്ടി ആപ്പീസിൽ സ്ത്രീകൾ, ഈ കശുവണ്ടി ആപ്പീസിലെ സ്ത്രീകളുടെ സമരമാണ്, വൻ സമരങ്ങൾ. സ്ത്രീകൾ വലിയ തോതിൽ പുറത്ത് നിൽക്കുന്ന കാണാം. താഴെ അടിക്കുറിപ്പ് എന്തായിരിക്കും എന്നറിയാമോ? അമ്മമാരും കുഞ്ഞുങ്ങളും സമരം ചെയ്തു. തൊഴിലാളി സ്ത്രീ എന്നുള്ളത് വിട്ടുകൊടുക്കില്ല. ഇതിപ്പോൾ കേരളത്തിൽ ഏത് മണ്ഡലം എടുത്തു നോക്കിയാലും അവിടെ ശക്തമായ വളരെ ഒറിജിനലായ സംഭാവനകൾ നൽകുന്ന സ്ത്രീകളുണ്ട്. അവർ പോരാടിയാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് വേറെ കാര്യം. എന്ന് മാത്രമല്ല, ഇപ്പം ഈ പുതിയ നൂറ്റാണ്ടിൻ്റെ 2 ദശകങ്ങൾ കഴിയുമ്പോഴേക്കും ഫെമിനിസം എന്താന്ന് പോലും, അങ്ങനെ ഫെമിനിസ്റ്റുകളുമായിട്ടൊന്നും നേരിട്ടൊന്നും ഇടപഴകിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ലാത്ത സ്ത്രീകൾ പോലും അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തലകുത്തി നിന്ന് പോരാടുന്ന ഒരു കാഴ്ച. അപ്പോൾ ഈ സ്ത്രീകളുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ഒരു തരം ശക്തമായ വ്യക്തിവികാസമുണ്ട്. ആ വ്യക്തിവികാസം ഇത്തരത്തിലെല്ലാം പൊട്ടിമുളയ്ക്കുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇത്രയും വ്യക്തിവികാസം നേടിയ ഒരു സ്ത്രീ ഇത്രയും അനീതിപൂർവമായ ഒരു വിവാഹത്തിൽ ചെന്നപ്പെടും. വിവാഹ സമ്പ്രദായത്തിൽ മാറ്റമൊന്നുമില്ല, മറക്കരുത്. ഈ കുലീനത്വം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുലീന നിലയിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടി വരികയും അതുപോലത്തെ ഒരു വിവാഹത്തിന് കീഴ്പ്പെടുകയും ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ കാണാവുന്ന എല്ലാത്തരം എക്സ്പ്ലോഷനും നമ്മൾ കാണുന്നുണ്ട്, നല്ലതായിട്ടും ചീത്തയായിട്ടും. ഒരർത്ഥത്തിൽ കേരളത്തിലെ ഡിവോഴ്സ് റേറ്റ്സ് ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട്. ആ വർദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്, വളരെ ശക്തമായ വ്യക്തിവികാസമുള്ള സ്ത്രീകളോട് ആ വ്യക്തിവികാസമൊക്കെ മടക്കി വെച്ച് 1930-കളിലെ കുലീനയായിട്ട് ജീവിക്കാൻ പറയുന്നതാണ് ഒരു പ്രശ്നം. കേരളത്തിൽ ഇപ്പോഴത്തെ ഡിവോഴ്സ് കേസസിൽ ഇത് വളരെ പ്രകടമാണ്. നമ്മൾ ഈ ഫാമിലി കോർട്ട് കേസുകളിൽ കാണുന്ന ഒരു പ്രത്യേകത, പലപ്പോഴും ഈ ഡിവോഴ്സ് കേസുകൾ, ഈ സ്ത്രീധനം സംബന്ധിച്ച കേസുകളിൽ പെൺകുട്ടികൾ കേസ് കൊടുക്കുന്നത്, ഞങ്ങൾ 8 ലക്ഷം രൂപ കൊടുത്തു, 10 ലക്ഷം രൂപ കൊടുത്തു, കല്യാണം കഴിച്ചു, പക്ഷെ അവിടെ കൂടി ഒന്ന് പാത്രം തേപ്പിക്കുക ചെയ്യണം വീട്ടിൽ. ആ കാശ് കൊടുത്തു അതിനുള്ളത്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഉള്ളിലെ സാമ്പത്തിക അടിത്തറയെ പച്ചയ്ക്ക് പുറത്ത് കൊണ്ടുവരുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ ജീവിക്കുന്നത്. അത് ഇവർ അന്നേ കണ്ടു എന്നുള്ളതാണ് ഇവരുടെ ഒരു വലിയ ഒരു നിരീക്ഷണം.
പിന്നെ അതുപോലെ ഈ വേറെ കാര്യം, ഈ ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ അകപ്പെട്ടു പോയാൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ കഥകളിൽ ഒരുപാട് അവർ ചിന്തിക്കുന്നത്. അപ്പം അതിൽ അതിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പലതരം വിദ്യകൾ, അതായത് പരമ്പരാഗത സതീത്വത്തെ അടക്കം ഇവരെടുത്ത് ഒരു വിഭവമാക്കി മാറ്റും ഈ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ. അപ്പോൾ നല്ല വിദ്യാഭ്യാസവും ലോകപരിചയവും, പക്ഷെ എന്നാൽ അതിൽ വളരെ വലിയൊരു ഐറണിയും, ഈ കഥകളിലെ സ്ഥായിയായ ഒരു ഭാവം ഐറണിയാണ്. ഇവർ ഉപയോഗിക്കുന്ന ഒരു ലിറ്റററി ഡിവൈസ് അത് ഐറണിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും വളരെ ലോകപരിചയവും വളരെ വിദ്യാഭ്യാസവും നല്ല തൻ്റെടവും നല്ല നർമ്മബോധവും ഒക്കെയുള്ള ഒരു സ്ത്രീക്ക് ഈ പരമ്പരാഗത സതീത്വത്തെ തന്നെ ഇത്തരത്തിൽ വിനിയോഗിക്കേണ്ടി വരുന്നതിലുള്ള ഒരു ഐറണി ആണ്. ഏറെ സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ്. കാരണം ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടെന്നറിയുന്നത് തന്നെ ഞാൻ ഇലക്ഷന് വോട്ട് പിടിച്ചെത്തിയപ്പോഴാണ്. ആ സമയത്താണ് വോട്ട് തേടിയെത്തിയപ്പോൾ ഒത്തിരി നേരം ഞാനും മാമുമായിട്ടൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷം തോന്നി. ഞങ്ങളൊന്നും ഈ സാഹിത്യരംഗത്തൊന്നും ഇല്ലെങ്കിൽ പോലും സാഹിത്യം, കല എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ ഏറെ ആസ്വദിക്കുന്ന ആൾക്കാരും കൂടിയാണ്. സരസ്വതി അമ്മയെ ഓർക്കാൻ ഇവിടെ ഇന്ന് വിളിച്ചു കൂട്ടിയ ഈ ഒരു പരിപാടി കണ്ടപ്പോൾ ഏറെ മനസ്സ് സന്തോഷിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു ഓർമ്മ പുതുക്കൽ അതിലെന്നെയും ക്ഷണിക്കുകയുണ്ടായി. ആ ഒരു ഓർമ്മ പുതുക്കലിൽ എനിക്കും സാക്ഷിയാവാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട അന്തരിച്ചുപോയ സരസ്വതി അമ്മയുടെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഈ പരിപാടി ഒരു വർഷക്കാലം നീണ്ടുപോകും എന്ന് പറയുകയും ചെയ്തു. ഈ നല്ല കാര്യങ്ങൾ നടത്തുന്ന നിരീക്ഷ നാടകവേദിക്കും ഈ സരസ്വതി അമ്മയുടെ അനുസ്മരണ സമ്മേളനം നടക്കുന്ന സംഘാടകർക്കും എന്നും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏറെ ആഴമേറിയ ചർച്ചകളും ചിന്തകളും കൊണ്ട് സമ്പന്നമായിരുന്നു നമ്മുടെ ഉദ്ഘാടന ചടങ്ങും അധ്യക്ഷ പ്രസംഗവും കീനോട്ട് അഡ്രസ്സും. ഈ ചിന്തകളുടെ തുടർച്ചയായി തന്നെ അടുത്ത ബന്ധാവതരണങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ഇന്നത്തെ സരസ്വതി അമ്മയുടെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം ഉദ്ഘാടന പ്രസംഗം ചെയ്ത കുന്തമതി ടീച്ചറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കുലീനവൽക്കരണങ്ങൾക്കെതിരെ കുതറി മാറിക്കൊണ്ട് സ്വതന്ത്രമായ എഴുത്തുവഴികൾ തേടിയ കരുത്തുറ്റ കഥാകാരിയാണ് സരസ്വതി അമ്മ. സരസ്വതി അമ്മയുടെ ചിന്താധാരകളെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു ഡിസ്കഷൻ ആയില്ലെങ്കിലും വളരെ നമ്മൾ ചിന്തിക്കാനുള്ളതെന്ന ഒരു ഫസ്റ്റ് സെഷന് ശേഷം ഇപ്പോൾ നമുക്ക് സരസ്വതി അമ്മയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചിട്ടുള്ള മറ്റ് സ്ത്രീ ചിന്തകരിലേക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ഇപ്പോൾ ജയദേവിക പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ സ്വാതന്ത്ര്യവാദിനികളായ സ്ത്രീകളുടെ സഖിത്വം, അതിൻ്റെ ഒരു എനർജി ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ഈ സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കുന്നവർ കേരളത്തിലെ പ്രശസ്തയായ നിരൂപക, സാമൂഹിക പ്രവർത്തക, എഴുത്തുകാരി ഒക്കെ ആയിട്ടുള്ള ഗീത ടീച്ചർ. ഒപ്പം തന്നെ ഒരാൾ സ്വന്തം ഗവേഷണ വിഷയത്തെ സ്വന്തം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാക്കിയ ആളുകളിൽ ഒരാളാണ് ഡോക്ടർ കനകലത. കെ സരസ്വതിയെക്കുറിച്ച് പറയാതെ പുള്ളിക്കാരത്തി തുടങ്ങാറും ഒടുങ്ങാറും ഇല്ല. അപ്പോൾ എന്ത് സംസാരം അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് പറയാനധികം നമുക്ക് മോഡറേറ്ററും സംസാരിക്കുന്നുണ്ട്. ഡോക്ടർ സുജ സൂസനാണ് അടുത്തത്. പ്രൊഫസർ, എഴുത്തുകാരിയായ സുജ സൂസൻ. ഡോക്ടർ സീമ ജെറോം, കേരള സർവകലാശാല മലയാള വിഭാഗം പ്രൊഫസറാണ്. ഡോക്ടർ ഉദയകല, മലയാള വിഭാഗം മേധാവി സയൻസ് കോളേജ്. ഈ സെക്ഷൻ മോഡറേറ്റ് ചെയ്യുന്നത് KP ഗിരിജയാണ്. എഴുത്തുകാരിയാണ്. IAS ഷിംലയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. മറ്റൊരു കാര്യം, മന്ദാകിനി നാരായണൻ്റെ ഓർമ്മക്കുറിപ്പുകൾ സമാഹരിക്കുകയും ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തത് ഡോക്ടർ KP ഗിരിജയാണ്.
ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നത്. ഞാൻ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഗീത ടീച്ചറെ കുറിച്ച് 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ ഗീത ടീച്ചർക്ക് സംസാരിക്കാനുള്ള അവസരം ഓപ്പൺ ചെയ്യാണ്. ഗീത ടീച്ചറുടെ ഒരു പ്രത്യേകത, ഗീത ടീച്ചർ ദേവദൂതികൾ മാഞ്ഞു പോവത് എന്ന പുസ്തകം, നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരുകളൊന്നും ഞാൻ വായിക്കുന്നില്ല. ആ പുസ്തകത്തിൽ സരസ്വതി അമ്മയെ കുറിച്ചുകൂടിയുള്ള ഒരു പുസ്തകമാണ്. മറ്റൊന്ന്, ആദ്യത്തെ സരസ്വതി അമ്മ അവാർഡ് 2024 ഗീത ചേച്ചിക്കാണ് കിട്ടുന്നത്. അതിന് പുറമെ ലളിതാംബിക അന്തർജനം അവാർഡ് കിട്ടിയിട്ടുണ്ട്. മുതുകുളം പാർവതി അമ്മ അവാർഡും കിട്ടിയിട്ടുണ്ട്. അത് ഗീത ചേച്ചിയുടെ രീതിയിൽ പറയുകയാണെങ്കിൽ 3 പെണ്ണുങ്ങളുടെ പേരിലുള്ള അവാർഡും കിട്ടിയ ആളാണ് ഗീത ചേച്ചി. സ്ത്രീവാദത്തിൻ്റെ മലയാള മാനിഫെസ്റ്റോ എന്ന പ്രബന്ധം അവതരിപ്പിക്കാനായിട്ട് ഡോക്ടർ പി ഗീതയെ ക്ഷണിക്കും. 44 മുതൽ 58 വരെയാണ് അവരുടെ രചനാകാലം എന്നാണ് എൻ്റെ അതിൽ മുമ്പുണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ 44-ലാണ് ആദ്യത്തെ സമാഹാരം. ഒരു 14 കൊല്ലം 15 കൊല്ലം 1.5 പതിറ്റാണ്ടിൽ ആണ് അവരിത്രയും സംഗതികളെ പുറത്തെടുത്തത്. 2008 പുരുഷന്മാരില്ലാത്ത ലോകത്തിൻ്റെ 50-ാം വർഷം, നാലുകെട്ടിൻ്റെ 50-ാം വർഷം, സുന്ദരികളും സുന്ദരന്മാരുടെ 50-ാം വർഷം, പുരുഷന്മാരില്ലാത്ത ലോകത്തിൻ്റെ 50-ാം വർഷം 2008. പക്ഷെ നാലുകെട്ട് ആഘോഷിക്കപ്പെട്ടു. പുരുഷന്മാരില്ലാത്ത ലോകം ആരും പറയുകയുണ്ടായില്ല. ആർക്കും അങ്ങനെ ഒരു പുസ്തകത്തെക്കുറിച്ച് ഉണ്ടോ എന്ന് പോലും നിശ്ചയമുണ്ടായില്ല. 44-ലെ പ്രേമഭാജനം, 58-ലെ പുരുഷന്മാരില്ലാത്ത ലോകം, അതിനിടയിൽ വന്നിട്ടുള്ള രമണി എന്നുള്ള ചെറുകഥ, ഇതിനെക്കുറിച്ചുള്ള 3 സൂചനകൾ മാത്രമേ ഞാൻ ഈ 10 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കുന്നുള്ളൂ. വാസ്തവത്തിൽ നിലനിൽക്കുന്ന മിത്തുകളെ, നിലനിൽക്കുന്ന സയൻസിനെ ഒരു പെണ്ണിന് എങ്ങനെ പൊളിച്ചു കളയണം, എങ്ങനെയാണത് കേരളത്തിൽ മലയാളത്തിൽ സാധിക്കുക എന്നുള്ളത് സരസ്വമ്മയുടെ അങ്ങനെ കോൺക്രീറ്റ് ആയിട്ട് മൂർത്തമായിട്ട് ആലോചിച്ചിട്ട് ബോധപൂർവം ചെയ്തോ ഇല്ലയോ എന്ന് പറയാൻ ഇന്ന് ഞാൻ ആളല്ല. 44 സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. പക്ഷെ അവർ മാനസികമായി സ്വതന്ത്രയായിരുന്നു. സ്വാതന്ത്ര്യം എന്നുള്ളത് ദേശീയം മാത്രമാണോ, സാമൂഹികം മാത്രമാണോ, വർഗപരം മാത്രമാണോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളുടെ ഒരു വലിയൊരു നിരയുടെ ഉള്ളിലാണ് അവർ നിന്നത്. അപ്പം അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വ്യക്തി സ്വാതന്ത്ര്യത്തെ ഉദ്ഘോഷിച്ച പ്രസ്ഥാനം കാൽപ്പനികതയായിരുന്നു. മലയാളത്തിലെ കവിതയിലെ കാൽപ്പനികത. ദേശീയ നവോത്ഥാനത്തോടൊപ്പം ഇന്ദുലേഖയെ കൊണ്ടുവന്ന മലയാള സാഹിത്യം ചങ്ങമ്പുഴയുടെ ചന്ദ്രികയെയും മുന്നോട്ട് വെച്ചു. അപ്പം ഇത് രണ്ടും, ഈ ദേശീയ നവോത്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഇന്ദുലേഖയും മലയാള കവിതയിലെ കാൽപ്പനികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചന്ദ്രികയും എങ്ങനെയാണ് താൻ അല്ലാതിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവിൽ, താൻ ആരാണ് എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ മുഖത്തേക്കാണ് ആധുനിക ശാസ്ത്രത്തെയും സോക്കോൾഡ് നിലനിന്നിരുന്ന മത ചിന്തകളെയും അവർ വലിച്ചെറിയുന്നത്. അവർ തന്നെ ഒരു കഥയുണ്ടാക്കിയെടുക്കുന്നുണ്ട് അവിടെ. കാരണം ആദ്യം ഉഭയലിംഗ ജീവിയായിരുന്നു എന്നും ഈ ഉഭയലിംഗ ജീവിയുടെ 4 കാലും 4 കൈയും, നമ്മൾ 10 തല കണ്ടിട്ടുണ്ട്, 20 കൈ കണ്ടിട്ടുണ്ട് അല്ലേ, പലതും കണ്ടിട്ടുണ്ട്, 4-5 തലകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെ ആർക്കുള്ളതായിരുന്നു എന്ന് നമ്മൾ ദൈവങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ആരുടെ പ്രോപ്പർട്ടി ആയിരുന്നു. ഈ ഇത്രയും 10 തലയിലുള്ള ബുദ്ധിയാണെങ്കിലും ശരി, 10 തലയാണെങ്കിലും ശരി, ഇയാൾ എങ്ങനെ ഷേവ് ചെയ്യണോ എങ്ങനെ ചിന്തിക്കുന്നോ, ഇതെന്താണെങ്കിലും ശരി, ഇതൊക്കെ തന്നെ പുരുഷന്മാരുടെ രൂപങ്ങളിലാണ് ഇതെല്ലാം തന്നെ ആരോപിതമായിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഒരു 18 കയ്യോ 16 കയ്യോ എന്ന് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ഒരുത്തിയെ കൊണ്ടുപോയിട്ട് പല സ്ഥലത്തും ഇരുത്തിയിട്ടുണ്ട് ഒരു സിംഹത്തിൻ്റെ പുറത്ത് എന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അവിടെ. അത് ഒറ്റൊരുത്തി. അപ്പം ഇവിടെ നമ്മളിങ്ങനെ 20 കൈ കൊണ്ടും ഒക്കെ എടുക്കുന്നു, കൈലാസം എടുത്ത് അമ്മാനാടുന്നു. അതിൻ്റെ ഇടയിൽ 4 കൈകളും 4 കാലുകളും ഉള്ള ഒരു ജീവി, അതായിരുന്നു ആദ്യത്തെ ജീവി, ഉഭയലിംഗ ജീവി. ആ ഉഭയലിംഗ ജീവിയുടെ ഒരു ശക്തി കണ്ടിട്ട് ദൈവത്തിന് ദേഷ്യം വരികയും ദൈവം അതിനെ തൻ്റെ വാളെടുത്തിട്ട് 2ആയിട്ട് പിളരുകയും ചെയ്തു.
അപ്പോൾ ആണും പെണ്ണുമായി. ആണും പെണ്ണുമായപ്പോൾ ഇതിൽ മറ്റേ പാതിയെ അന്വേഷിക്കൽ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ മറ്റേ പാതിയെ അന്വേഷിക്കുന്ന ഒരുത്തി ആരാണ്? വാസ്തവത്തിൽ തന്നെ അന്വേഷിക്കുന്നവളാണ്. കാരണം അത് അവിടെ പറഞ്ഞു പോയിട്ടുള്ള ഒരു പൂർണ്ണ സ്വത്വം എന്നുള്ളത് താൻ തന്നെയാണ്. അതിൽ തന്നെയാണ് എങ്ങനെയാണ് അന്വേഷിക്കുന്നത്. വാസ്തവത്തിൽ ഒട്ടും സ്പിരിച്വൽ അല്ല എന്നുള്ളതും ഒട്ടും കാൽപ്പനികമല്ല എന്നുള്ളതും ഒക്കെ തോന്നുന്ന സരസ്വതി അമ്മയുടെ എഴുത്തിൻ്റെ മേഖലകളിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ വിച്ഛേദങ്ങളായി അവ തന്നെ കടന്നു വരുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വന്ന് ഇതിനെ എടുത്ത് നിരവധി പ്രണയങ്ങളിൽ പെടുകയും അതിനെയൊക്കെ തന്നെ താമരയിലെ വെള്ളബിന്ദു പോലെ ആ പ്രണയങ്ങളെയൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഭൂനി എന്താണ് ഇവളിങ്ങനെ ഫ്ലർട്ട് ചെയ്യുന്നത് കാണുന്ന ചെക്കന്മാരോടൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മറുപാതിയെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് ഇവൾക്കുണ്ട് എന്താണ് ഇവളുടെ പുരുഷ സങ്കല്പം എന്ന് ചോദിക്കുമ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് അവൾ പറയുന്നൊരു കാര്യമുണ്ട്. 18-നും 21-നും മധ്യ പ്രായമുള്ള പുരുഷന്മാരെയാണ് അവൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം 15 വയസ്സായ കന്യകമാരെ പോലെ മുഗ്ധരായിരിക്കും അവർ. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീ പുരുഷനെ കണ്ടിട്ടുള്ളത്? പിന്നെ അടുത്ത ക്വാളിറ്റി സാമാന്യ ജ്ഞാനം എല്ലാ വിഷയത്തിലും. പിന്നെയോ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം. ഇന്ദുലേഖയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, പിയാനോ വായിക്കാൻ അറിയാം. പക്ഷെ ബുനിയുടെ സങ്കല്പത്തിലെ പുരുഷൻ ഭംഗിയായി ഇംഗ്ലീഷ് സംസാരിക്കണം. വെളുത്ത് ചുവന്ന ബലിഷ്ഠമായ ശരീരം, കയ്യിലെ കസവ് എവിടെ അവസാനിക്കുന്നു, ശരീരം എവിടെ തുടങ്ങുന്നു എന്നറിയാത്ത ഇന്ദുലേഖയുടെ വലിയൊരു വിച്ഛേദം ഈ പുരുഷ സങ്കല്പത്തിലൂടെ അവൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഭൂനി ഇതാണ് എൻ്റെ സങ്കല്പത്തിലെ പുരുഷൻ. അങ്ങനെ 30 വയസ്സിൽ 19കാരനായ ഒരുത്തിനെ കണ്ടെത്തുകയും ആ പ്രണയത്തിൽ അവളുടെ പ്രണയിയെ മറുപാതിയെ കണ്ടെത്തുന്നു. ഇതിനൊക്കെ വളരെ സ്വകാര്യമായിട്ട് വെക്കുന്നതിന് പകരം ഇതിനെയൊക്കെ പുറത്തെടുക്കുകയും അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൻ്റെ അരയാലിൻ്റെ ചുവട്ടിലേക്ക് ഈ രണ്ടുപേരും കൂടി ചെല്ലുകയും ഒരു പുലരിയിൽ കെട്ടിപ്പിടിച്ച് കിടന്ന ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുകയും ചെയ്യും. കാമുകരാണോ ആത്മഹത്യ ചെയ്തത്? പ്രണയമാണോ ആത്മഹത്യ ചെയ്തത്? സ്വപ്നങ്ങളാണോ ആത്മഹത്യ ചെയ്തത്? കാൽപ്പനികതയാണോ ആത്മഹത്യ ചെയ്തത്? അതോ ദേശീയ നവോത്ഥാനമാണോ ആത്മഹത്യ ചെയ്തത്? ഇനി ഡോക്ടർ കനകലതയാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താട്ടോ. MES മമ്പാട് കോളേജിലെ അധ്യാപികയായി റിട്ടയർ ചെയ്ത ആളാണ് ഡോക്ടർ കനകലത. ടീച്ചറുടെ PhD തീസിസ് തന്നെ സരസ്വതി അമ്മയെക്കുറിച്ചാണ്. അത് പിന്നീട് പുസ്തകമായി സരസ്വതി അമ്മ ഒറ്റയ്ക്ക് വഴി നടന്നവൾ എന്ന പേരിൽ ഒരു പുസ്തകമായി ഇറങ്ങുകയുണ്ടായി. അതുമാത്രമല്ല അതിന് 2016 അബുദാബി ശക്തി അവാർഡും ലഭിക്കുകയുണ്ടായി. അതിന് പുറമെ വാക്കിൻ്റെ പൊരുളും പൊളിയും എന്നൊരു പുസ്തകവും കൂടി ടീച്ചർ എഴുതിയിട്ടുണ്ട്. ടീച്ചറെ വ്യതിരിക്തമായ സ്ത്രൈണാവബോധം എന്ന പ്രസൻറ്റേഷൻ നടത്താനായി ക്ഷണിക്കും. ജീവിച്ചിരുന്ന കാലം മുതൽ തമസ്കരിക്കപ്പെട്ട ആ എഴുത്തുകാരി മരിച്ചിട്ട് 50 വർഷം പിന്നിട്ടിട്ടും ആ സംസ്കരണം ഇങ്ങനെ അവരെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു കയക്കുന്ന സത്യം മാത്രം എൻ്റെ ഉള്ളിൽ. 938 മുതൽ 58 വർഷം വരെ നീണ്ട 20 വർഷക്കാലം തകൃതിയായി എഴുതുകയും 975 മരിക്കുന്നതുവരെ നീണ്ട 17 വർഷക്കാലം ഒരു വരി പോലും എഴുതാതിരിക്കുകയും ചെയ്ത സരസ്വതിയമ്മ അവരുടെ എഴുതിയ സാഹിത്യം പോലെ തന്നെ എഴുതാതെ പോയ ആ മൗനവും അത്ര നിസ്സാരമായി കരുതേണ്ടതല്ല, അതും പഠനവിധേയമാക്കേണ്ടതാണ്. സാമ്പ്രദായിക ജീവിത ചുറ്റുപാടിനോട് കലഹിച്ചുകൊണ്ട് അവർ തൻ്റെ കഥകളിലൂടെ കെട്ടഴിച്ചു വിട്ട സ്ത്രീ സ്വതന്ത്രകളായ കഥാപാത്രങ്ങളെ അന്നത്തെ സഹൃദയ ലോകം നിശിതമായി വിമർശിച്ചു. പിന്നീടത് എഴുത്തുകാരിയെ അപഹസിക്കുന്നതിനും അവരെ ഭീഷണിപ്പെടുത്തുന്നതിൽ വരെ എത്തിയുണ്ടായി. അന്നേരം എഴുത്ത് നിർത്തിയാലോ എന്ന് വരെ അവർ ചിന്തിച്ചു. സഹ എഴുത്തുകാരികളിൽ നിന്നൊന്നും തന്നെ ഒരു വിധത്തിലുള്ള സപ്പോർട്ടും കിട്ടിയിട്ടില്ല. ആദ്യ കഥാസമാഹാരത്തിന് അവർ
അവതാരിക എഴുതുവാനായി സമീപിച്ചത് അന്നത്തെ അവരെക്കാൾ 10 വയസ്സ് മൂത്തതായിട്ടുള്ള അന്തർജനത്തെയാണ്. അന്തർജനം എന്തോ അതിന് ധൈര്യം കാണിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവർക്കെന്തോ ഒരു പേടി പോലെ. എന്നോട് അവർക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. സരസ്വതിയപ്പം എഴുതിയിരിക്കുകയാണ് പുത്തനേർക്കുള്ള കത്തിൽ. തുടർന്ന് തൻ്റെ 12 കഥാസമാഹാരങ്ങളും ലേഖന സമാഹാരവും നോവലും നാടകവും അവതാരികയുടെ ആശീർവാദമില്ലാതെ പുറത്തിറക്കേണ്ടി വന്ന മലയാളത്തിലെ ഒരേ ഒരു എഴുത്തുകാരി തന്നെയാണ് സരസ്വതി. വ്യതിരിക്തമായ സ്ത്രൈണാവബോധം എഴുത്തിലും ഒരു പരിധിവരെ ജീവിതത്തിലും വെച്ചു പുലർത്തിയതുകൊണ്ടാണ് സരസ്വതിയമ്മയ്ക്ക് എഴുത്ത് ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒറ്റപ്പെട്ടു പോകേണ്ടി വന്നത്. അത്ര വ്യതിരിക്തമാണോ അവരുടെ സ്ത്രൈണ ചിന്തകൾ? ഇന്നത്തെ കുട്ടികളൊക്കെ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് സരസ്വതിയമ്മ ചിന്തിച്ചത്. പക്ഷേ ആ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിച്ചു എന്നതാണ് പ്രശ്നമായത്. ഒരർത്ഥത്തിൽ കാലം തെറ്റിപ്പിറന്ന ഒരു പ്രതിഭ തന്നെയാണ് സരസ്വതിയമ്മ. പുതിയ കുട്ടികൾ അവരുടെ കഥകളെ നെഞ്ചേറ്റുന്നുണ്ടെങ്കിൽ ആ കരുത്തുറ്റ സ്ത്രീപക്ഷ ചിന്തകൾ അത്രമേൽ കലർപ്പില്ലാത്തതും പുത്തനും ആയതുകൊണ്ടാണ്. ഞാൻ അവരുടെ കൃതികളെ സാങ്ബോ വിഭാവനം ചെയ്ത ജീവചരിത്രാത്മകമായ പഠനത്തെ പിൻപറ്റിക്കൊണ്ടാണ്. സാംബോ പറയുന്നുണ്ട്, മരമേധം നിറഞ്ഞാൽ മതി ഫലമറിയാൻ. എഴുത്തുകാരൻ്റെ വ്യക്തിസത്ത മനസ്സിലാക്കിയാൽ അവരുടെ കൃതിയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ഊർന്നിറങ്ങാനും അതിന് വിശകലനം ചെയ്യാനും സാധിക്കുമെന്നാണ് പറയുന്നത്. എഴുത്തും ജീവിതവും ഒന്നായ സരസ്വതിയമ്മയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേറ്റം സാധു തന്നെയാണ്. സാഹിത്യത്തിൽ സരസ്വതി അമ്മ അരിശ്രീ കുറിക്കുന്നത് തന്നെ വിവാഹ നിഷേധത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹവും തമ്പുരാനോട് ഇഷ്ടമുണ്ട്, പക്ഷേ എന്താ പറയുക, ആധിപത്യ വ്യവസ്ഥയുടെ നിർണയങ്ങൾക്കുള്ളിൽ അത്തരമൊരു വിവാഹത്തെ കൈക്കൊള്ളുവാനുള്ള ത്രാണി അവൾക്കില്ലാതെയായി. അങ്ങയുടെ സ്നേഹം ലോകാതീതം, അടുത്ത ജന്മം നമുക്കെന്ന് പറഞ്ഞത് മുഴുമിക്കാൻ പറ്റാതെ ആ നിമിഷം എന്താ പറയുക അവൾ അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. ആ കഥ എങ്ങനെയാണ്? അവളുടെ ഭൗതിക ശരീരം മറവ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്മാരകം പണിതായിരുന്നു, സീതാഭവനം എന്ന പേരിട്ടുവിട്ട് തമ്പുരാൻ അവിടെ നിന്ന് പോകുന്നു എന്നാണ് കഥ. എന്നാൽ തമ്പുരാൻ്റെ വിവാഹ അഭ്യർത്ഥന നിഷേധിച്ച സീതയുടെ അതേ ജീവിതാനുഭവം സരസ്വതിയമ്മയുടെ ജീവിതത്തിലും ഉണ്ടാവുന്നു. എന്തായാലും ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, അവസാന കാലം വരെ സരസ്വതിയമ്മയ്ക്ക് ഈ കൂട്ടുകാരൻ്റെ വിവാഹ അപേക്ഷയെ അന്ന് നിരസിച്ചതിൽ വലിയ വേദന ഉണ്ടായിരുന്നു. ഇത് സുരേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട്, എഴുതപ്പെട്ട രേഖയുണ്ട്. രാജലക്ഷ്മി അമ്മ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് വലിയൊരു വേദനയായി മാറിയത്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, സരസ്വതിയമ്മയുടെ ആദ്യ കഥ തന്നെ സീതാഭവനം ഒരർത്ഥത്തിൽ അറം പറ്റിയ പോലെ അവരുടെ ജീവിതമായി മാറി എന്നത് വല്ലാത്തൊരു വിധിവൈപരീത്യമായി. ഇനി നമുക്ക് സുജ സൂസൻ ജോർജിനെ കേൾക്കാം. സുജ മണർക്കാട് സെൻറ്റ് മേരീസ് കോളേജിലെ അധ്യാപികയായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ഭാരവാഹിയായിരുന്നു. സാക്ഷരതാ പ്രവർത്തനത്തിലും സജീവമായിട്ട് പങ്കാളിയായിരുന്നു. ബാലസാഹിത്യ കൃതികൾ, ബാലസാഹിത്യ വിവർത്തനങ്ങൾ, കവിതാ സമാഹാരങ്ങൾ, എഡിറ്റഡ് വർക്ക്സ്, ഇതിന് പുറമെ ഒരു ഓർമ്മക്കുറിപ്പ് കൂടി സുജ എഴുതിയിട്ടുണ്ട്. സുജയുടെ പേപ്പർ പെൺബുദ്ധി ഒരു സാംസ്കാരിക നിർമ്മിതി എന്നാണ് പേപ്പറിൻ്റെ ടൈറ്റിൽ. സരസ്വതിയമ്മയുടെ കഥകളായി വായിക്കുമ്പോൾ പലപ്പോഴും ആ കാലഘട്ടങ്ങളിൽ എഴുതിക്കൊണ്ടിരുന്ന നവോത്ഥാന കാലത്തെ എഴുത്തുകാരുടെ കഥകൾ വായിക്കുന്ന ഒരു രസം കിട്ടാറില്ല. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു പൂർണ്ണത ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഞാൻ ആ കഥകളെ വായിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ലേഖനങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് സമൂഹവുമായിട്ട് സംവദിക്കാൻ ആഗ്രഹമുള്ള ചില ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു മാധ്യമമായി അവർ കഥയെ തിരഞ്ഞെടുത്തു എന്നാണ്. സരസ്വതിയമ്മ വേറിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്നും പറയാൻ കഴിയില്ല. എന്നാൽ നവോത്ഥാനത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ നവോത്ഥാനത്തിൽ നടന്നു വന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു പിന്തുടർച്ച കൂടിയാണ് അവർ. മാത്രമല്ല, ധാരാളം മഹിളാ മാസികകൾ ഉണ്ടായിരുന്ന കാലത്തിന് ശേഷമാണ് സരസ്വതിയമ്മ കഥ എഴുതുന്നത്. ആ മഹിളാ മാസികകളിൽ ഗൗരവമായ
നവോത്ഥാന ചർച്ചകൾ, സ്ത്രീകളിലുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അക്കാലത്തുണ്ടായത് പുതിയ വിദ്യാഭ്യാസം. അപ്പോൾ ബി പാച്ചിയമ്മ എഴുതുന്നുണ്ട്, പുരുഷന്മാർ വിദ്യാഭ്യാസവും മനോപരിഷ്കാരവും നേടുമ്പോൾ സ്ത്രീകൾ ഇങ്ങനെ അടുക്കളയിൽ ഒഴിഞ്ഞിട്ട പൂച്ചകളെ പോലെ കിടക്കേണ്ടവരാണോ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. പാതിവൃത്യത്തെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ചൊക്കെ ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്, ജാതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ഈ ജാതി ആചാരങ്ങളിൽ നിന്നുള്ളൊരു മോചനവും പുതിയ വിദ്യാഭ്യാസ ലോകത്തേക്കുള്ള ഒരു എൻട്രിയും ഇറങ്ങി വരവും സ്ത്രീകളെ വല്ലാതെ മാറ്റിയിരുന്ന ഒരു കാലം കൂടിയാണ് അന്നത്തെ കാലം. മാത്രമല്ല, ദേവി ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, വിവാഹം എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതിനെ തുടർന്നുണ്ടാവുന്ന കുടുംബം എന്ന് പറയുന്ന സ്ഥാപനം കടന്നു വരികയും അതൊന്ന് നിലയുറപ്പിക്കാൻ, വേരുറപ്പിക്കാൻ പെടാപ്പാടുപെടുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയാണ് അത്. അപ്പം ഇവിടെ ഈ പുതിയ വിവാഹ സമ്പ്രദായം, അല്ലെ വിക്ടോറിയൻ സ്റ്റൈലിലുള്ള കുടുംബം എന്ന് പറയുന്ന അത്തരം സ്ഥാപനം കടന്നു വരുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു വലിയ സംഘർഷമുണ്ട്. ഒന്ന്, കലാകാലങ്ങളായി ശീലിച്ചു പോകുന്ന ജാത്യാചാരങ്ങളിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള മോചനം. രണ്ട്, വിദ്യാഭ്യാസത്തിൽ കടന്നു വന്നിട്ട് പുതിയ ലോകത്തെ, പുതിയ കാഴ്ചകളെ, ഈക്വാളിറ്റിയെ, സമത്വത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ ഒക്കെ തിരിച്ചറിയുന്ന ഒരു സ്ത്രീ. മറുവശത്ത് അതിന് നേരെ വിപരീതമായ തലത്തിൽ കുടുംബം എന്ന യൂണിറ്റിലേക്ക് ഈ സ്വതന്ത്രയാകുന്ന സ്ത്രീയെ, അല്ലെ ചിറകുമുളച്ച സ്ത്രീയെ, വിദ്യാഭ്യാസം ആർജിച്ച സ്ത്രീയെ ഒതുക്കാനുള്ള വലിയ സ്ഥാപനവൽക്കരണത്തിൻ്റെ ശ്രമം, അത് സ്റ്റേറ്റ് മുതൽ നടത്തുന്ന, സ്റ്റേറ്റ് അപ്പാരറ്റൂസുകൾ ഒക്കെ നടത്തുന്ന ആ സംവിധാനങ്ങൾ, ദേശീയ സമരത്തിലേർപ്പെടുന്ന സംഘടനകൾ, പിന്നെ നവോത്ഥാന സംഘടനകൾ ഒക്കെ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. ഇങ്ങനെ ഒരു സ്ത്രീയാണ് യഥാർത്ഥത്തിൽ സരസ്വതിയമ്മയുടെ എല്ലാ സ്ത്രീകളും എന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു അന്തസംഘർഷത്തിൻ്റെ ഒരു ചർച്ചയാണ് യഥാർത്ഥത്തിൽ സരസ്വതിയമ്മയുടെ കഥകളിലെല്ലാം. ഇപ്പോൾ പെൺബുദ്ധി എന്ന കഥ മാത്രമാണ് ഞാൻ എടുത്ത് ഒന്ന് പരിശോധിക്കാൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ കഥയിൽ ഒരു ജെൻഡർ ചർച്ചയാണ് നടക്കുന്നത്, ഒരു ലിംഗപദവി ചർച്ച എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആധുനികമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ മാത്രം എടുത്തൊരു പേപ്പറായി പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഒന്നാമത്തെ കാര്യം ബുദ്ധിയാണ്. നമ്മൾ എത്രയോ കാലമായി പെൺബുദ്ധി പിൻബുദ്ധി ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ബുദ്ധിമതിയായ, എനിക്ക് ബുദ്ധിയുണ്ട് എന്ന് തിരിച്ചറിയുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി, അല്ലെ പെൺകുട്ടികൾ, സ്ത്രീകൾ നേരിടുന്ന വലിയ ഒരു മാനസികമായ, ഭൗതികമായ, ബൗദ്ധികമായ സംഘർഷമുണ്ട്. ഒന്നാമതായി ജയിച്ചതിന് എനിക്ക് കിട്ടിയ സ്വർണ്ണ മെഡൽ കുഞ്ഞുങ്ങൾക്ക് മരുന്നുരച്ചു കൊടുക്കാൻ ഉപയോഗപ്പെട്ടു. പക്ഷേ ഒന്നാമതായി ജയിക്കാൻ ഇടയാക്കിയ ബുദ്ധിശക്തി ഒരു പ്രയോജനവുമില്ലാതെ തുരുമ്പെടുത്തു പോകുന്നു. പുരുഷന്മാർക്കാണെങ്കിൽ അവസാനം വരെ തലച്ചോറ് കൊണ്ട് ആവശ്യമുണ്ട്. ഉപജീവനത്തിന് ഉയരാനും ഇത്തിളാകാൻ ജനിച്ച സ്ത്രീക്ക് അതിബുദ്ധി ശാപമാണ്. യഥാർത്ഥത്തിൽ കഥയും അവസ്ഥ ദേവിക സൂചിപ്പിച്ച പോലെ വലിയൊരു ചിരിയിലാണ്, തന്നെത്താനെ നോക്കി ചിരിക്കുന്ന ഒരു ചിരിയിലാണ് ഈ കഥയെ അവസാനിക്കുന്നത്. ഇനി സംസാരിക്കുന്നത് ഡോക്ടർ സീമ ജെറോമാണ്. കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മലയാളത്തിലെ പ്രൊഫസറാണ് സീമ ജെറോം. അവരുടെ PhD തീസിസ് മലയാള നാടകത്തിൻ്റെ ആധുനീകരണത്തിൽ ജി ശങ്കരപ്പിള്ള നൽകിയ സംഭാവനകളെക്കുറിച്ചാണ്. അതിനു പുറമെ സ്ത്രീ മാസികകളിലൂടെ ഉരുവം കൊണ്ട സ്ത്രീ സത്വത്തെക്കുറിച്ചുള്ള മറ്റൊരു വർക്കും അവർ ചെയ്തിട്ടുണ്ട്. 2025 ഭരണഭാഷാ പുരസ്കാരം അവർക്ക് ലഭിച്ചു. 2024 KCBC സംസ്ഥാന അവാർഡ്, കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ സംസ്ഥാന അവാർഡും ലഭിച്ചു. സീമയുടെ പേപ്പറിൻ്റെ ടൈറ്റില് കേരളീയ സ്വത്വ വിചാരങ്ങളുടെ പുനരെഴുത്ത് എന്നാണ്. ബൗദ്ധിക ശേഷിയുള്ള സ്ത്രീ എന്ന ഒരു ഐഡൻറ്റിറ്റി, വിദ്യാസമ്പന്നയായ സ്ത്രീ എന്ന ഒരു ഐഡൻറ്റിറ്റി, കുടുംബസ്ഥയായ സ്ത്രീ എന്ന ഐഡൻറ്റിറ്റി, പ്രണയിനിയായ സ്ത്രീ എന്ന ഐഡൻറ്റിറ്റി, ഇതുപോലെ തന്നെ പലതരത്തിലുള്ള പുരുഷ സ്വത്വ അവസ്ഥകളെയും സരസ്വതി അമ്മ അവരുടെ രചനകളിലൂടെ പ്രശ്നവൽക്കരിക്കുന്നതായി കാണാം. അതുപോലെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, എൻ്റെ ഒരു നിരീക്ഷണം, സരസ്വതി അമ്മയുടെ മനസ്സിൽ
ഒരു മാതൃകാ കുടുംബം, അതായത് സരസ്വതമ്മ കരുതുന്ന തരത്തിലുള്ള ഒരു മാതൃകാ കുടുംബം എന്ന സങ്കല്പം എവിടെ കിടപ്പുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഥകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അതിന് ഒരു കുറേ കഥകളുണ്ട്. അതിന് ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മഴയ്ക്ക് മുൻപ് എന്ന് പറയുന്ന ഒരു കഥ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ നിരവധി കഥകൾ ഇവിടെ. പക്ഷേ ഈ കുടുംബം എന്ന് പറയുന്നത് ദേവിക തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, കുടുംബത്തെ സമൂഹത്തിൻ്റെ ഏകകം എന്ന നിലയിൽ, സമൂഹത്തിലെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന രീതിയിൽ കുടുംബത്തെ മാത്രം പറയുന്നതിൻ്റെ പ്രശ്നത്തെ ദേവിക ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ ജനാധിപത്യ സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രസങ്കല്പത്തിനുള്ളിലെ ഏകകം എന്ന രീതിയിൽ ആണോ നമ്മുടെ കുടുംബം എന്ന് പറയുന്ന യൂണിറ്റ് വർത്തിക്കുന്നത്? ഒരിക്കലുമല്ല. കുടുംബം എന്ന് പറയുന്ന യൂണിറ്റ് മറ്റു പലതിൻ്റെയും ഏജൻ്റായിട്ട് പലപ്പോഴും വർത്തിക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ മറ്റു പലതിൻ്റെയെന്ന് പറയുന്നില്ല, മതം, സാമ്പ്രദായിക സാമുദായിക സങ്കല്പങ്ങൾ, ഈ തരത്തിലുള്ള പാരമ്പര്യ സ്ഥാപനങ്ങളുടെ ചെറു യൂണിറ്റായി നിൽക്കുന്ന കുടുംബം, ഇതെത്രമാത്രം സ്ത്രീവിരുദ്ധമാണ്, എത്രമാത്രം സ്ത്രീവിരുദ്ധതയാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള ഒരു സംവാദം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു ബൗദ്ധിക പ്രതിഭയുള്ള സ്ത്രീ കഥാപാത്രത്തിൻ്റെ റിഫ്ലക്ഷനാണ് സരസ്വതിയമ്മയുടെ പല കഥകളിലും നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും സാമ്പ്രദായികമായ, വിശേഷിച്ചും ഒരു ഉയർന്ന സമ്പന്ന ഗൃഹത്തിലെ ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നടന്നു പോകാൻ കാക്ഷിക്കുന്ന സ്ത്രീ വ്യക്തിത്വത്തെ, സ്ത്രൈണ വ്യക്തിത്വത്തെ കൂടി ചില കഥാപാത്രങ്ങളുടെ ഉള്ളിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ട് സരസ്വതി അമ്മ. അതാണ് അതിനകത്തെ ഒരു എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അല്ല, അത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. ആ കാലത്ത് സമകാലികരായ പുരുഷ എഴുത്തുകാർ, ഇപ്പോൾ ലളിതാംബിക അന്തർജനമായിട്ട് കമ്പയർ ചെയ്ത് പലരും സംസാരിച്ചു, പുരുഷ എഴുത്തുകാർ പാലിക്കാത്ത രാഷ്ട്രീയ കൃത്യത അവരുടെ വാക്കുകൾ അവർ വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് സരസ്വതിയമ്മയുടെ മറ്റൊരു സവിശേഷത. ദാർശനികരായി ചിന്തിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യധാര സാഹിത്യവും സിനിമയും പലതരത്തിലുള്ള വ്യവഹാരങ്ങളും ദാർശനിക ചിന്തയുള്ള സ്ത്രീ എന്ന് പറയുന്നതിനെ ഭയത്തോട് കാണുകയും അതൊരു കുറവായി കാണുകയും ചെയ്യുന്ന ഒരു ശീലങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നിടത്താണ് അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ സരസ്വതി അമ്മ, ഇപ്പോൾ പ്രാപഞ്ചികം ഒക്കെ പോലെയുള്ള കൃതികളിലൊക്കെ ഒരുപാട് അങ്ങനെ വരുന്നുണ്ട്, ഒരുപാട് കൃതികൾ കടന്നു വരുന്നുണ്ട്. അപ്പം അങ്ങനെ വളരെ ഫിലോസഫിക്കായി ചിന്തിക്കുന്ന സ്ത്രീ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഐഡൻറ്റിറ്റിയിലുള്ള സ്ത്രീയെയും പല ഐഡൻറ്റിറ്റിയിലുള്ള പുരുഷനെയും സരസ്വതി അമ്മ ആവിഷ്കരിച്ചു. ആവിഷ്കരിക്കാതെ പോയത് സരസ്വതി അമ്മയും അസ്പൃശ്യരാക്കി നിർത്തിയ ഐഡൻറ്റിറ്റികൾ അനേകമുണ്ട് എന്ന് മറന്നുകൊണ്ടല്ല പറയുന്നത്. എല്ലാവർക്കും 1938 സീതാഭവനം ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ തന്നെ പല ഭാഗത്തും സ്ത്രീകൾക്ക് വേണ്ടി ചിന്തിച്ചു തുടങ്ങിയ ഒട്ടേറെ എഴുത്തുകാരികളും ചിന്തകന്മാരും ഒപ്പം അവരുടെ കൂട്ടത്തിലുള്ള പുരുഷന്മാരെയും ഒക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സരസ്വതി അമ്മയ്ക്ക് മുമ്പും നമ്മൾ ഈ പറയുന്ന തോട്ടക്കാട്ടിക്കാവമ്മ തുടങ്ങിയുള്ള ഒരുപാട് സ്ത്രീകൾ തൻ്റെ സ്ത്രീ സ്വരങ്ങളെ, കാതരമല്ലാത്ത സ്ത്രീ സ്വരങ്ങളെ അങ്ങനെ തന്നെ പറയാം, ചില പരുക്കൻ ശബ്ദങ്ങളോടാണ് എനിക്കെപ്പോഴും പ്രണയം, അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ വളരെ വ്യത്യസ്തമായി നമ്മുടെ അന്നത്തെ ഒരു പാരമ്പര്യ കേരളീയ ജീവിത പശ്ചാത്തലത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട്, എനിക്കത്ര കാതരമായ സ്വരമൊന്നുമല്ല, അതുപോലെ സ്ത്രീ എന്ന് പറയുന്നത് സൗന്ദര്യത്തിൻ്റെയും അതുപോലെ അടക്കം, ഒതുക്കം, ലജ്ജ, ഇവിടെയൊക്കെ ആൾരൂപമായി മാറണ്ട എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തൻ്റെ ബുദ്ധിക്കാണ് പ്രാധാന്യമെന്നും അങ്ങനെ ബുദ്ധി ഉള്ള ഒരു സ്ത്രീ സമൂഹം അല്ലെങ്കിൽ ഒരു തലമുറ നമുക്ക് വേണമെന്നും ആഗ്രഹിച്ച ഒരു എഴുത്തുകാരിയാണ് കെ സരസ്വതി അമ്മ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെറ്റും ശരിയും എന്ന കഥയിലുള്ള അതിലൊരു വിധവയാണ് വിജയ. അവരും അവരുടെ ഭർത്താവിൻ്റെ അനന്തരവനുമായി രൂപപ്പെടുന്ന ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ ഒരു തരം പ്രണയം. ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഇപ്പം നമുക്ക് ശരിക്കും നമ്മുടെ പെണ്ണെഴുത്തുകാരികളിൽ നമുക്ക് പ്രമുഖർ എന്ന് പറയുന്നവരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ പെൺ സമൂഹത്തിന് ഇപ്പോഴും നമുക്ക് മുന്നിലേക്ക് ചുരുണ്ടുന്ന ഒരു വിരലിനെയും നമുക്ക് മാറ്റിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും സത്യമാണ്, അല്ലേ? ഈ പാതിവൃത്യം എന്ന് പറയുന്ന ഒരു ചങ്ങല
പ്രായം കൂടിയ പുരുഷനെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നുള്ളൊരു ചിന്ത, ഇത്ര വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവൾ വിവാഹം കഴിക്കാതെ നിൽക്കുന്നെങ്കിൽ അതെന്തോ ഒരു പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ ചില പോക്ക് കേസുകളാണ് എന്നൊക്കെ പറയുന്ന ആ വാക്ക് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് കെ സരസ്വതി അമ്മ ആ വിജയയുടെ പ്രത്യേകതരമായ ആ ഒരു സ്നേഹബന്ധത്തെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു എന്നുള്ളിടത്ത് തെറ്റേത് ശരിയേത് എന്ന് വിരൽ ചൂണ്ടുന്ന ഒരു പുതിയ തലമുറയെ നമുക്ക് സൃഷ്ടിക്കേണ്ടതില്ലേ? നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ സരസ്വതി അമ്മ പൊളിച്ചെഴുതാൻ ശ്രമിച്ച ആ ഒരു സ്വാതന്ത്ര്യ ബോധം എന്ന് പറയുന്നത് അന്നത്തെ വരേണ്യ എഴുത്തുകാർക്ക്, അങ്ങനെ തന്നെ പറയട്ടെ, അങ്ങനെ തന്നെ പറയണം, ആ വരേണ്യ എഴുത്തുകാർക്ക് പുച്ഛമായിരുന്നിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കെ സരസ്വതി അമ്മയുടെ എഴുത്തുകളെ ദൂരത്ത് പിടിക്കണമെന്നും കെ സരസ്വതി അമ്മ എന്ന എഴുത്തുകാരിയെ തമസ്കരിക്കണമെന്നും ചിന്തിച്ചിരുന്ന ഒരു തലമുറയുടെ ഒപ്പമായിരുന്നിരിക്കും കെ സരസ്വതി അമ്മ അന്ന് എഴുതുവാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചത് എന്നുള്ളത് ഈ ദിവസം ഇവിടെ നിന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അമ്മാവൻ്റെ സംരക്ഷണമില്ലാതെ, അച്ഛൻ്റെ കുലമഹിമയില്ലാതെ, അമ്മയുടെ പാണ്ഡിത്യമില്ലാതെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു കുടുംബത്തിൽ നിന്ന് പഠിച്ച് സ്വന്തം ബുദ്ധിശക്തിയും കഴിവും കൊണ്ട് സ്കോളർഷിപ്പുകൾ നേടി പഠിച്ചു വന്നപ്പോൾ തൻ്റെ സമൂഹത്തിലെ സ്ത്രീ മാതൃകകളൊന്നും തനിക്ക് മാതൃകയല്ല എന്ന് കരുതിക്കൊണ്ട് തൻ്റെ ബുദ്ധിശക്തിയെ കൂടി തൃപ്തിപ്പെടുത്തുന്ന ഒരു പുരുഷന്റെ പ്രണയമാണ് തനിക്ക് വേണ്ടത് എന്ന് പ്രണയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, കുടുംബ ബന്ധങ്ങൾ ഇച്ഛിച്ചുകൊണ്ട്, സ്വയം തീർത്ത തടവറയിൽ തൻ്റെ ബുദ്ധിയെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തനിക്ക് നേരെ കല്ലെറിഞ്ഞ വിരൽ ചൂണ്ടിയ ആഢ്യ എഴുത്തുകാരുടെ കൂട്ടത്തിലേക്ക് ഇനി താനില്ല എന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തമായൊരു തടമറ തീർത്ത ആ സരസ്വതി അമ്മ ഇന്നൊരു വിപ്ലവ വീര്യമായി നമ്മുടെ മുന്നിൽ എല്ലായിടത്തും നിറയുന്നു എന്നുണ്ടെങ്കിൽ അത് ആ എഴുത്തിൻ്റെ കരുത്തും ആ വ്യക്തിത്വത്തിൻ്റെ ശക്തിയുമാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ എഴുത്തുകൾ ഇനിയും പുനർവായിക്കപ്പെടുകയും ചിന്തിക്കപ്പെടുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നതാണ്. ഈ വിഷയത്തിൽ കുറെ കൂടി കൃത്യതയോടെ നിങ്ങൾ ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാവും. ഇവരോടുള്ള അഭിപ്രായ ഐക്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതൊരു സജീവ ചർച്ചയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്ത്രീകൾക്കൊരു പ്രണയ കർത്തൃത്വം സാധ്യമാണോ, എഴുത്തുകാരി കർത്തൃത്വം സാധ്യമാണോ, ഇത്തരം ആലോചനകൾ സരസ്വതിയമ്മയെ കൂടെ വായിച്ചെടുക്കാൻ പറ്റും. അതിനോടുള്ള പ്രതികരണങ്ങൾ എന്ന നിലയ്ക്ക് കഥാസന്ദർഭങ്ങളിൽ നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുമായിരിക്കും. പക്ഷേ സരസ്വതിയമ്മ ജീവിതത്തിൽ ജീവചരിത്രത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആണ് കഥയിൽ നിന്ന് നമുക്ക് കൃത്യമായി സമാന്തരമായി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ പറയുന്നതിനോട് ഇപ്പോഴത്തെ ഒരു പുതിയ കാല സമീപനമായിട്ട് യോജിപ്പില്ല. എനിക്കതിനോട് അത്ര താല്പര്യം തോന്നുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നോ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു രീതിയിൽ സാഹിത്യ സമീപനത്തിൻ്റെ ഒരു കാര്യമാണ്. അതിൽ നമ്മൾ കൃതിയാണ് പഠിക്കേണ്ടത്. പാഠത്തിനകത്തെ ആ ഒരു ചിഹ്നത്തെ മനസ്സിലാക്കി അതിൻ്റെ അബോധം എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് സമൂഹത്തിൻ്റെ സ്ട്രക്ചറിനെ അതെങ്ങനെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാലമാണല്ലോ. അപ്പോൾ തന്നെ സരസ്വതിയമ്മയുടെ കൃതികൾക്കകത്തെ കുറേ നിഹിതമായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ലയിച്ചു കിടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ടുള്ള അത്തരം ടൂളുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഇനിയുള്ള ഒരു സമീപനത്തിന് നന്നായിരിക്കാൻ തോന്നുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത് സരസ്വതി അമ്മയ്ക്ക് എഴുതാൻ സാധിച്ചതും ഇത്രയും കാര്യങ്ങൾ പറയാൻ സാധിച്ചതും സരസ്വതി അമ്മ കുടുംബം എന്ന സ്ഥാപനത്തിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. കുടുംബം എന്നുള്ള സ്ഥാപനത്തിൽ ഉൾപ്പെട്ട് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പാരമ്പര്യത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് ഇത്രയ്ക്കും കാര്യങ്ങൾ എഴുതി ഫലിപ്പിക്കാൻ സാധിക്കുകയില്ല. അവർ ഭയപ്പെടണം. മാധവിക്കുട്ടിക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ മാധവിക്കുട്ടി വേറൊരു രീതിയിലാണ്. അവർ ജീവിച്ചതും വളർന്നതും എല്ലാം സാഹിത്യ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ്. അല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് സരസ്വതി അമ്മയുടെ പോലെ എഴുതി അങ്ങനെ തെളിഞ്ഞു വരാനായിട്ട് അന്നത്തെ സാഹചര്യമോ ഇന്നത്തെ സാഹചര്യമോ നമുക്ക് അനുവദിക്കും. ഇപ്പം നമ്മളുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാർക്കാണെങ്കിലും അവരോരോരുത്തരും പറയും എഴുത്തിൽ കൂടെ കടന്നു പോരുന്ന ബുദ്ധിമുട്ടുകൾ. കാരണം സ്ത്രീകൾക്ക് ബുദ്ധിപരമായോ എഴുത്തിൻ്റെയോ കലയുടെയോ യാതൊന്നും പറഞ്ഞിട്ടില്ല. അവർ വീട്ടിൽ നേരത്തെ ദേവിക പറഞ്ഞ പോലെ ഭൃത്യയായിരിക്കണം, അതാണ് അവരുടെ അടയാളം. അപ്പോൾ എനിക്ക് നമ്മളോട് എല്ലാവരോടും ചോദിക്കുന്ന ഈ 1 വർഷം നീണ്ടു നിൽക്കുന്ന നമ്മളുടെ ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മൾ എന്താണ് നമ്മളുടെ ഔട്ട്പുട്ടായിട്ട് കൊണ്ടുവരാനായിട്ട് സരസ്വതി അമ്മ ആരായിരുന്നു എന്ന് ലോകത്തോട് നമ്മൾ അടയാളപ്പെടുത്തുന്ന ഏതൊക്കെ ഒരു 5 ഐറ്റംസ് ഏതൊക്കെയായിരിക്കും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് 4-5 കൊല്ലം മുമ്പ് പത്മിനിയെ പറ്റി ഒരു സിനിമ ഉണ്ടായിരുന്നു. തട്ടം പറക്കുന്ന കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ അതിൽ
ഈ ടി കെ പത്മിനി എന്ന് പറയുന്ന ചിത്രകാരിയെ 3-4 ആണുങ്ങൾ കൂടി ഇരുന്ന് ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ള പോലെ ഒരു സാധനമാണ് ആണായ ആ ഫിൽം മേക്കർ ഉണ്ടാക്കി തന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മലയാളത്തിലെ കേരളത്തിലെ ചിത്രകാരികളിൽ ആദ്യമായിട്ട് ന്യൂഡ് വരച്ച ഒരാളാണ് പത്മിനി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെ കർത്തൃത്വമുള്ള ഒരാളെ ഏതായാലും ആളുകൾ കുത്തിയിരുന്ന് വട്ടത്തിലിരുന്ന് ഒരു പത്മിനിയെ ഉരുട്ടി ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഹിസ്റ്ററിയിൽ മൊത്തം അങ്ങനെയുണ്ട്. സാഫോയുടെ പോലെ ഒരു എഴുത്തുകാരി ആ കാലത്ത് അവർ വളരെ റെവേർഡായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പ്ലേറ്റോ അവരെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ഈ സാഫോയെ മായ്ച്ചു കളഞ്ഞു. സാഫോ ഇല്ല ഇപ്പോൾ. നമുക്ക് സാഫോയുടെ കുറച്ച് ഫ്രാഗ്മെൻറ്റ്സ് മാത്രമാണ് കിട്ടാനുള്ളത്. അപ്പോൾ അങ്ങനെ അത് ഇപ്പോൾ കേരളത്തിൽ കൃത്യമായിട്ട് ആ അജണ്ട ഇപ്പോഴും നടപ്പാക്കണമെന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ മറച്ച് കളഞ്ഞ അല്ലെങ്കിൽ തിരിച്ചറിയേണ്ട, നമ്മൾ വീണ്ടെടുക്കപ്പെടേണ്ട ഈ ആൾക്കാരെ വീണ്ടെടുക്കുക. അത് മാത്രമല്ല ഇതൊരു സ്ത്രീകളുടെ തുറസ്സായിട്ട് എടുക്കുക, സ്ത്രീകളുടെ ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളൊരു ദൗത്യം കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത് സരസ്വതിയമ്മേൽ അവസാനിപ്പിക്കാനല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഇത്ര എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഒബ്സർവേഷനാണ്, നമ്മൾ സ്വന്തമായി വഴിവെട്ടി മുന്നോട്ട് പോയിട്ടുള്ള സ്ത്രീകളുടെ ജീവിതങ്ങളൊന്നും തന്നെ സമാധാനപരമായിരുന്നില്ല. അവർ നിന്നിരുന്ന സ്ട്രക്ചറിനകത്തും അവർ സൊസൈറ്റിയുമായിട്ടുള്ള ഏറ്റുമുട്ടലിലും അത് ഒട്ടും തന്നെ സമാധാനപരമായിരുന്നില്ല. അതുകൊണ്ട് അവരനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളുടെ വളരെ ചെറിയൊരു അംശമേ നമുക്കൊക്കെ മനസ്സിലായിട്ടുള്ളൂ. ഇപ്പോൾ സരസ്വതിയുടെ കാര്യമായാലും രാജലക്ഷ്മിയുടെ കാര്യമായാലും റോസി കേരളത്തിൽ നിന്ന് ഓടിപ്പോകുന്നതിന് മുമ്പ് കേരളത്തിനകത്ത് ജീവിച്ച് അനുഭവിച്ചത് എന്താണെന്ന് നമുക്ക് മുഴുവൻ പിക്ചറില്ല. സ്വന്തമായി വഴിവെട്ടി മുന്നോട്ട് പോയിട്ടുള്ള ഇടയ്ക്ക് അന്തിച്ച് നിന്നിട്ടുള്ള സ്ത്രീകളുടെയോ അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട ഏതു മനുഷ്യരുടെയും ജീവിതത്തിലെ അവരുടെ ഏകാന്തതയെ, അവരുടെ ഒറ്റപ്പെടലിനെ രണ്ടാണ് മനസ്സിലാക്കാൻ നമുക്ക് പ്രത്യേക ടൂളുകളും മെത്തഡോളജിയും ആവശ്യമാണ്. യാഥാസ്ഥിതികമായിട്ടുള്ള അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ടൂൾസും മെത്തഡോളജിയും ഉപയോഗിച്ച് നമ്മൾ നോക്കിയാൽ നമ്മൾ ചില പ്രത്യേകതരം സരസ്വതിയമ്മയോ റോസിയോ ഒക്കെ ആയിരിക്കും കാണുക. അതല്ലാതെ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, അവരുടെ ഏകാന്തതയെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നമുക്ക് വലിയ കലികൾ തന്നെ അവർക്ക് കുറിച്ചെടുക്കാം. മനുഷ്യരെന്ന് പറയുന്നത് സോഷ്യൽ ആനിമൽസാണ്. സിംഹത്തെ പോലെ ആനകളെ പോലെയൊക്കെ ഒരു ഗ്രൂപ്പിൽ ജീവിക്കുന്ന ജീവിവർഗമാണ് മനുഷ്യൻ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മെൻ്റൽ, ഫിസിക്കൽ, ജനറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബീയിങ് ടുഗദർ, ആ ഒരു ടുഗദർനെസ്സിൻ്റെ അക്സെപ്റ്റൻസ്, ബീയിങ് വാണ്ടഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു ജനറ്റിക്കൽ ഫീലിങ്സ് ഉണ്ട്. തീരെയും അക്സെപ്റ്റൻസ് കിട്ടാത്ത ഒരു കാലഘട്ടത്തിൽ എല്ലാവരോടും പിന്നെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള എതിർപ്പുകൾ സ്വീകരിച്ച് അതിനെതിരെ പലപ്പോഴും പ്രതികരിക്കാൻ പോലുമുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നിരിക്കില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു എഴുത്തുകാരി എത്ര ഊർജ്ജമുള്ളവളായിരുന്നാലും എത്ര സ്ഥൈര്യമുള്ളവളായിരുന്നാലും ആ വ്യക്തി തീർച്ചയായിട്ടും ഈ ബീയിങ് വാണ്ടഡ് എന്ന് പറയുന്നത്, ബീയിങ് അക്സെപ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആയിരിക്കണം അതിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതല്ലാതെ കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു പോകണം, ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ആയിരിക്കില്ല. കാരണം സരസ്വതിയമ്മയുടെ എഴുത്തുകളും മറ്റ് അവരുടെ നിലപാടുകളും ഒക്കെ കാണുമ്പോൾ നമുക്കത് അങ്ങനെ ആയിരിക്കേണ്ടതില്ല, വായിച്ചെടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എഴുത്തുകാരിയെ കാലങ്ങളായിട്ട് വിലയിരുത്തുമ്പോൾ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ചുഴിഞ്ഞുനോട്ടം വല്ലാതെ ഉണ്ടാവുന്നുണ്ട്. അവരെ ആ സ്വകാര്യ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ലേബലിംഗ് ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം ഈ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ സർഗാത്മക ജീനിയസുകളെ പറ്റിയും ഇനി അവരുടെ വ്യക്തിത്വത്തിലെ പാളിച്ചകളെ അവരുടെ പ്രതിഭയുടെ പാളിച്ചകളുമായിട്ടാണ് കണക്കാക്കുന്നത്. അതേസമയം സ്ത്രീയുടെ ഏകാന്തത, അവരുടെ സൗഹൃദങ്ങള്, അവരെയൊക്കെ വ്യവസ്ഥാപിതമായിട്ടുള്ള ചട്ടക്കൂട്ടിലേക്ക് വെച്ച് ആ ലെൻസ് വെച്ച് വിലയിരുത്തി അവരുടെ ഏകാന്തത, അവരുടെ വേദനയൊക്കെ അവരുടെ ബലഹീനതകളാക്കി കാണിക്കാനും ആ ലെൻസ് വെച്ചിട്ട് അവരുടെ മൊത്തം ലൈഫിനെ, വ്യക്തി അവരുടെ ലിറ്റററി വർക്കിനെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ അതിനെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഇത്തരം നരേറ്റീവുകൾക്ക് പ്രാധാന്യം കിട്ടുന്ന ഒരു പൊതുബോധമാണ് നമ്മളോട് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അത്തരം ചർച്ചകൾ വരുമ്പോൾ വളരെ കെയർഫുൾ ആയില്ലെങ്കിൽ ഈ ഒരു സാഹിത്യ വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ അവരുടെ ആ സർഗാത്മകമായ സംഭാവനകളെ നമുക്ക് വേണ്ട രീതിയിൽ വ്യക്തപ്പെടുത്താതിരിക്കാൻ അവസ്ഥയായി പോകും. കാരണം പൊതുബോധത്തിന്റെ നരേറ്റീവിലേക്ക് വേഗം വീണു പോകാൻ എളുപ്പമാണ് അത്തരം ചർച്ചകൾക്ക്. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ഇത്തരം ലിറ്റററി വർക്കുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ചരിത്രപരമായും സാമൂഹികപരമായും സർഗാത്മകമായിട്ടുള്ള സംഭാവനകളെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അത്തരത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് എനിക്കിന്ന് പഠിക്കാൻ പറ്റിയൊരു പാഠം. വ്യവസായി കണ്ടാൽ ഇവിടെ ഏറ്റവും വലിയ സാധ്യത ഒരു കളക്റ്റീവിൻ്റെ സാധ്യതയാണ്. അപ്പോൾ അങ്ങനെ ഒരു കളക്റ്റിംഗ് സ്പേസിലിരുന്നിട്ട് സരസ്വതിയമ്മയുടെ കഥകൾ വായിക്കുക എന്ന് പറയുന്നത് വളരെ ഭയങ്കരമായിട്ടുള്ള പൊളിറ്റിക്കൽ മൂവായിട്ട് തന്നെ നമുക്ക് കരുതണം. കാരണം ഒരു ചരിത്രരചനയിലൊന്നും ഉൾപ്പെടാത്ത ഒരാളെ അല്ലെങ്കിൽ അത്രയും സംസ്കരിക്കപ്പെട്ട ഒരാളെ നമ്മൾ അവരുടെ കൃതികൾ ഒരു കളക്റ്റീവ് സ്പേസിലിരുന്ന് വായിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് തുറന്നു വരുന്ന ഒരു സാധ്യത അതൊരു കളക്റ്റീവിൻ്റെ സാധ്യതയും കൂടെയാണ്. അത് മുന്നോട്ട് നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നതാണ് നമുക്ക് അടുത്ത ചലഞ്ചെന്ന് തോന്നുന്നു. അത് സർഗാത്മകമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു അതിൻ്റെ സാധ്യത നമ്മൾ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ചലഞ്ചെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പാനലിലെ എല്ലാവരും കഥ വായിക്കുകയും ഇത് പ്രസക്തമാവും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ അവതരണം അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. മേശപ്പുറത്ത് മരുന്നു കുപ്പികൾ നിരത്തി വെച്ചിരുന്നു. മടിയിൽ പുസ്തകം മലർത്തി വെച്ച് വലതുകൈ നെറ്റിയിലമർത്തി ദീപപ്രകാശം കണ്ണിലടിക്കാതെ തടഞ്ഞ് ഇടതു കൈയിൽ ഇൻഹേലർ പിടിച്ച് മണപ്പിച്ചുകൊണ്ട് കസേരയിൽ ഇരുന്ന സുശീലയ്ക്ക് നല്ല സുഖക്കേടുകാരിയുടെ ഛായ ഉണ്ടായിരുന്നു. അവൾ തലയുയർത്തി വീണ്ടും നാഴികമണിയിൽ നോക്കി. രണ്ടടിക്കാൻ പോകുന്നു. ഇനിയും ഭർത്താവ് വന്നിട്ടില്ല. സുശീല പുസ്തകം മേശപ്പുറത്ത് വെച്ചിട്ട് എഴുന്നേറ്റ് പാൽക്കുപ്പിയെടുത്ത് കൊതുകുവല മാറ്റി കട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ വായിൽ പിടിച്ചു കൊടുത്തു. തൻ്റെ ജീവിതത്തിലെ അസന്തുഷ്ടി ദുസ്സഹമായി അവൾക്ക് തോന്നി. സ്വന്തം ദിക്കിലായിരുന്നെങ്കിൽ ഇത്ര മുഷിപ്പിനിട വരില്ലായിരുന്നു. നാട്ടിൽ നിന്നും 10,000 മൈൽ അകലെ കൂട്ടുകാരും ബന്ധുക്കളും ഇല്ലാത്ത ഈ നാട്ടിൽ തനിക്ക് എപ്പോഴും സ്വന്തമെന്ന് പറഞ്ഞു സ്നേഹിക്കാൻ ഈ ശിശു മാത്രമേയുള്ളൂ. സുശീല കുനിഞ്ഞ് നിദ്രാധീനമായ പൈതലിൻ്റെ പാടല കപോലത്തിൽ സ്വന്തം സമാശ്വാസത്തിനായി സ്നേഹപ്രചുരമയോടെ ചുംബിച്ചു. എല്ലാം തികഞ്ഞ ഭാര്യയാകേണ്ട യുവതിയുടെ രൂപഗുണത്തെക്കുറിച്ചും സ്വഭാവ മഹിമയെക്കുറിച്ചും കേവല ഭാവനകൾ സാക്ഷാത്കരിക്കാത്തതുകൊണ്ട് യൗവനോദയം മുതൽ മധ്യവയസ്സുവരെ പെണ്ണ് കണ്ടു നടന്ന ഒരുവൻ്റെ വീഴ്ചയാണ് സർവം സഹയായ ഭാര്യ എന്ന കഥയിൽ സരസ്വതിയമ്മ നമ്മോട് സംവദിക്കുന്നത്. നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ കുടുംബത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, ഇതൊരു പൊളിഞ്ഞു വീഴാൻ പോകുന്ന വീടാണ് കുടുംബം എന്നുള്ളത് നോക്കി നമ്മളെ കൊണ്ട് അതിനെ നോക്കി ചിരിപ്പിക്കുകയാണ് ഓരോ കഥയിലും അവർ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ആ കാലത്ത് തന്നെ കുടുംബം എന്ന് പറയുന്നത് അതിനകത്ത് സ്ത്രീ മാത്രമല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്താണ് നമ്മുടെ അക്കാദമിക് രംഗത്തൊക്കെ നമ്മൾ ഫെമിനിനിറ്റിയോടൊപ്പം തന്നെ മാസ്കുലിനിറ്റിയെക്കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ കഥകളിലൂടെ സരസ്വതിയമ്മ അത്തരമൊരു ചിന്ത മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. കുടുംബം എന്ന് പറയുന്നത് വളരെ കൃത്യമായി മറ്റാരൊക്കെയോ നിർമ്മിച്ചെടുത്ത ചില ബോധ്യങ്ങൾക്കുള്ളിൽ നിൽക്കലാണ്. ആ ബോധ്യങ്ങൾക്കൊത്ത് ആടാൻ നമ്മെ പ്രേരിപ്പിക്കലാണ്, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചെടുക്കലാണ്. അവിടെ സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന ചിന്ത മുന്നോട്ട് വയ്ക്കുന്ന ഒരു കഥയാണ് ഭർത്തൃത്വം. ഇതിനകത്തും സംവാദത്തിൻ്റെ ഇടമുണ്ട്, പക്ഷേ ഒട്ടും സറ്റേറിക്കലല്ല ഇതിലെ സംവാദം. എനിക്ക് ചില കഥകളിലൂടെ പോയപ്പോൾ തോന്നിയതും പുരുഷൻ്റെ നിലയെക്കുറിച്ചുള്ള സംവാദങ്ങളിൽ നമ്മൾ പലപ്പോഴും ഈ സറ്റയറായിട്ടുള്ള അവസ്ഥ കാണുന്നില്ല. പക്ഷെ സ്ത്രീ ഇതിനെ നോക്കി കാണുന്നത് എനിക്ക് തോന്നുന്നത് ഒരു ട്രിക്കാണ്. നേരത്തെ ദേവിക പറഞ്ഞതുപോലെ വളരെ ട്രിക്കി ആയിട്ട് കുടുംബത്തിനെ കാണാൻ, അങ്ങനെയേ നമുക്കതിനകത്ത് പിഴച്ചു പോകാൻ പറ്റുള്ളൂ. ഇത് തല്ലി പൊളിച്ച് തീരുന്നത് വരെ ഇതിനകത്ത് നിൽക്കേണ്ടവരാണല്ലോ നമ്മളൊക്കെ, നിന്ന് പോകേണ്ടവരായതുകൊണ്ട് ഒരു ട്രിക്കി ആയിട്ടാണ് ഇതിനെ കാണുന്നതെങ്കിൽ പുരുഷൻ്റെ സംവാദത്തിനകത്ത് കുറച്ചുകൂടി അതിൻ്റെ ഒരു അനുഭവം, അതിൻ്റെ തീക്ഷ്ണത, വിഷമമൊക്കെ കൂടി വരുന്ന രീതിയിലാണ്. നമുക്ക് ഭർത്തൃത്വം എന്നുള്ള കഥയിലേക്ക് കടക്കാം. ബാലരാമ മേനോൻ ഷർട്ടിൻ തുമ്പുകൊണ്ട് കണ്ണുകൾ തുടച്ച ശേഷം ചാരുകസേരയിൽ എണീറ്റിരുന്ന് കോളിംഗ് ബെൽ അടിച്ചു. അന്ന് രാവിലെ മുതൽ ആ മണിയടി കേട്ട് ശീലിച്ചിരുന്ന വേലക്കാരൻ പയ്യൻ ഓടിച്ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിമലയുടെ മുറിയിൽ പച്ച ചായമിട്ട ഒരു ട്രങ്ക് ഇരിക്കുന്നത് എടുത്തുകൊണ്ടുവാ. വിമലയുടെ അമ്മയുടെ കയ്യിൽ അതിൻ്റെ താക്കോൽ കാണണം, അതും വാങ്ങിച്ചുകൊണ്ടുവാ. ഭാര്യ മരിച്ച് ദുഃഖിതനായിരിക്കുന്നു. അതിനിടയിൽ വേലക്കാരനെ വിളിച്ച് പെട്ടി എടുത്തുകൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം പറയുകയാണ്. വേലക്കാരൻ പെട്ടി കൊണ്ടുവന്ന് വെച്ചു. പിന്നീട് അങ്ങോട്ടുള്ളൊരു ഭാഗത്ത് വിമല എന്ന തൻ്റെ ഉത്തമയായ ഭാര്യയെക്കുറിച്ചുള്ള അയാളുടെ ആലോചനകളാണ്. വിമലയെ അയാൾ കല്യാണം കഴിക്കുന്നത് അയാൾക്ക് മറ്റൊരു പ്രേമബന്ധമുണ്ടായിരുന്നതിനിടയിൽ അച്ഛനമ്മമാരുടെ നിർബന്ധത്തിന് വഴങ്ങി, നമുക്കറിയാം വിവാഹം എന്ന് പറയുന്നത്
പല പൊതുബോധങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒന്നാണ്. അപ്പം ആ പൊതുബോധങ്ങൾക്ക് നിരക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് വിമലയെ അയാൾക്ക് കല്യാണം കഴിക്കേണ്ടി വരുന്നു. വിമലയോട് അയാൾക്ക് ഒരു തരത്തിലുള്ള ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ ത്യാഗം, അയാൾ എന്താട്ടും തൂപ്പും നടത്തിയാലും അവൾ കാണിക്കുന്ന ത്യാഗം ഒന്നുകൊണ്ട് മാത്രം അയാൾ അവളെ സ്നേഹിക്കുകയാണ്. സരസ്വതി അമ്മയുടെ കഥകളിൽ ഏറെ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള കഥയാണ് സ്വാതന്ത്ര്യവാദക്കാരി. അപ്പം ഒരു ദീർഘമായി എഴുതുന്ന കഥകളാണ് കൂടുതലും ഉള്ളത്. അതിൽ നിന്ന് പ്രസക്ത ഭാഗങ്ങൾ കണ്ടെത്തി വായിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. എങ്കിലും ഞാൻ ശ്രമിക്കുകയാണ്. കാരണം ഒരേ സമയം കഥാകാരിയിലെ സ്വാതന്ത്ര്യവാദിയും അതേസമയം അത് നിവർത്തിയില്ലാത്ത ധർമ്മസങ്കടത്തിൽപ്പെട്ടു പോകുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഉള്ളിൽപ്പെടുന്ന ഒരു സ്ത്രീയുടെ വ്യഥയും ധർമ്മസങ്കടങ്ങളും ഒക്കെ മാറി മാറി വരുന്ന ഒരു കഥയാണിത്. അതിൽ ഞാൻ ഏറെക്കുറെ പ്രസക്തമായ ഭാഗങ്ങൾ വായിക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു ചെറിയ യാത്രയായിരുന്നു, കോട്ടയത്ത് നിന്നും തിരുവനന്തപുരം വരെ. എന്നിട്ടും വിലാസിനിക്ക് തനിയെ സഞ്ചരിക്കാൻ ഭീതി തോന്നി. പക്ഷേ പേടിയും പരിഭ്രമവും പുറത്തു കാണിക്കുന്നത് മോശമല്ലേ? വനിതാ കോളേജിലെ ഒരു മഹിളാമണിയായിട്ട് കൊല്ലം 2 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓണേഴ്സ് ക്ലാസ്സിലാണ് ചെന്നിരിക്കാൻ പോകുന്നത്. സരസ്വതി അമ്മയുടെ കഥകൾ വായിക്കുമ്പോൾ ഏറ്റവും എന്നെ രസിപ്പിച്ച കഥകളിലൊന്നാണ്. അത് രസിപ്പിച്ചത് അത് തന്നെയല്ല, അതിനെ ഞാൻ ഇങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്നെ വായിച്ച് സുഖിപ്പിക്കുന്ന ഒരു കഥയും കൂടെയാണ്. ആദ്യപുത്രിയുടെ വിവാഹമായതിനാൽ അവരുടെ പരമാവധി കഴിവിൽ അടിയന്തരം കൊണ്ടാടപ്പെട്ടു. 3 കൂട്ടം പ്രഥമനും കതിർമണ്ഡപവും ആ നാട്ടിൻപുറത്തൊരു പുതുമയായിരുന്നു. പോരെങ്കിൽ വരന്റെ സ്നേഹിതരുടെ വകയായ മംഗളാശംസയും. വിവാഹങ്ങൾ സ്വർഗത്തിൽ വെച്ച് നടത്തപ്പെടുന്നു എന്ന വാചകത്തോടെ തുടക്കിയ മംഗളാശംസയിൽ പ്രേമാമൃതം, പാരിജാതം, കൽപ്പവൃക്ഷം എന്നീ പദങ്ങൾ തകർത്തുവിട്ടിരുന്നു. അന്യോന്യം കാണുക പോലും ചെയ്യാതെ വെറും വ്യാപാര ബന്ധരൂപത്തിൽ സംയോജിക്കപ്പെട്ട ആ വധൂവരന്മാർ പ്രണയാവേശത്തോടെ ദാമ്പത്യവാഴിയിലേക്ക് കുതിക്കുകയാണെന്നൊരാരോപണവും അതിലുണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രി ഭർതൃഗൃഹത്തിൽ വെച്ച് ചുമരിൽ തൂക്കിയ മംഗളാശംസാ പത്രത്തിലെ സുവർണാക്ഷരങ്ങൾ മങ്ങിയ വെളിച്ചത്ത് മിനുങ്ങിക്കൊണ്ടിരിക്കെ മാധവി കതിർമണ്ഡപത്തിലെ സ്വർഗത്തിൽ നിന്നും കിടപ്പറയിലെ ലോകത്തിലേക്ക് കടന്നു. തൻ്റെ ദാമ്പത്യം ഒരു പരാജയമായിരുന്നില്ലെന്ന് എപ്പോഴത്തെയും കാൾ ശക്തിയായി ആ സമയത്ത് അവൾക്ക് തീർച്ച തോന്നി. ശരിയാണ്, ആളുകൾ മറിച്ചാണ് വിചാരിക്കുന്നത്. പലരും അവളോട് സഹതപിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ദാമ്പത്യത്തിൻ്റെ മൂല്യം എന്തെന്നറിഞ്ഞുകൂടാത്ത ആ കൂട്ടരോട് അവളും സഹതപിച്ചു. ഒരു പ്രേമവിവാഹം കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്ന പ്രകൃതിക്കാരിയായിരുന്നു ശ്രീദേവി. തൻ്റെ കാമുകനെ ആളുകൾ എത്രത്തോളം കുറ്റം പറഞ്ഞുവോ അത്രയ്ക്ക് കൂടുതലായി അവൾ അയാളെ ഇഷ്ടപ്പെട്ടു. അച്ഛനമ്മമാരുടെ സുശക്തമായ എതിർപ്പിന് നിശക്തമാകാതെ നിവൃത്തിയില്ലെന്ന് വന്നു. ആ വിവാഹം നടത്തിക്കൊടുത്തില്ലെങ്കിൽ മകൾ പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യുമെന്ന് അവർ പേടിച്ചു. അപ്പോൾ ഇങ്ങനെ വിവാഹം ചെയ്ത ശ്രീദേവിയെക്കുറിച്ചും കേശവൻകുട്ടിയെക്കുറിച്ചുമാണ് ഈ കഥ. സരസ്വതി അമ്മയുടെ കഥകൾ വായിക്കുമ്പോൾ തോന്നുന്നത് സ്ത്രീ പുരുഷ ബന്ധങ്ങളെ അവർ വളരെ വ്യക്തമായി തന്നെ അവരുടെ കഥകളിലൂടെ പറയുന്നുണ്ട്. എങ്ങനെ ആയിരിക്കണം സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, എങ്ങനെയുള്ള പുരുഷനെയാണ് അവർ പുരുഷനായിട്ട് വാല്യൂ ചെയ്യുന്നത്, എങ്ങനെയുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളെയാണ് അവർ വാല്യൂ ചെയ്യുന്നത്, എങ്ങനെയുള്ളൊരു സുഹൃത്താണ് അവർക്കുണ്ടായിരിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ വ്യക്തമായി സരസ്വതി അമ്മ പറയുന്നുണ്ട്. ഇവിടെ പെൺബുദ്ധി എന്ന് പറയുന്ന കഥയിൽ അവരെങ്ങനെ ഒരു സ്ത്രീ ആയിക്കൂടാ എന്ന് പറയുന്നുണ്ട്, എങ്ങനെയാ ഒരു പെൺകുട്ടി ചിന്തിച്ചുകൂടാ എന്ന് പറയുന്നതിനൊപ്പം തന്നെ എങ്ങനെ ഒരു പുരുഷൻ ഇങ്ങനെ ആകരുത് എന്നുള്ളതും അവർ പറയുന്നു. അതിനൊപ്പം തന്നെ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഭാഗം കൂടി അവരവരുടെ ചിന്തകളിൽ നിന്നും വെച്ച് കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയാവുന്നൊരു കാര്യം, ഇതിനുള്ളിൽ സ്ത്രീയും പുരുഷനുമായുള്ള ബന്ധത്തിനെ വിവേകത്തോടെ നോക്കിക്കാണണം. അത് എത്ര ഭംഗിയായാണ് ആ വിവേകത്തോടെ നോക്കിക്കാണണം എന്ന് പറയുന്ന കാര്യങ്ങളും കൂടി അവരിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പെൺബുദ്ധി എന്ന കഥ എടുത്തിരിക്കുന്നത്. വായിക്കാം. പെൺബുദ്ധി. അവൾ പലരെയും ആകർഷിച്ചു, പലരെയും വെറുപ്പിച്ചു. അനുസരണമില്ലാത്ത താന്തോന്നിപ്പെണ്ണ്, വളർത്തി വഷളാക്കി, അധികം കൊഞ്ചിച്ചിട്ടാണ് എന്ന് ഒരു കൂട്ടർ അഭിപ്രായപ്പെട്ടു. അതേസമയം മറ്റൊരു കൂട്ടർ പറഞ്ഞു, എന്തൊരു തൻ്റെടവും ചുണയും, കുട്ടികളായാൽ ഇങ്ങനെ വളരണം, അധികം കൊഞ്ചിച്ചാൽ കാശിന് കൊള്ളാത്തതായി പോവുമെന്ന് പറയുന്നത് തെറ്റാണ്. രണ്ടാമത്തെ നിലയിൽ നിന്ന് കോണിപ്പടിയിലേക്കുള്ള വാതിൽ തുറക്കുന്ന ശബ്ദം സുഭദ്രയെ ഉണർത്തി. ശബ്ദമുണ്ടാകത്തക്ക വണ്ണം വാതിൽ വലിച്ചു തുറന്ന ബാലികയോട് അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. സഹാധ്യാപികമാരില്ലാതെ കഴിക്കേണ്ടി വന്ന ആ 2 രാത്രികളിലും അവൾക്ക് നേരെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല.
സൗമ്യശീലയായ ലൂയിസായെ കൂട്ടുകിടക്കാൻ അയക്കണമെന്ന് അവൾ ആവശ്യപ്പെട്ടിട്ട് 1-ാം രാത്രിയിൽ ചുമ പിടിച്ച ഒരു പെണ്ണിനെ അയച്ച് മദർ മനഃപൂർവ്വം അവളെ ദ്രോഹിച്ചു. ആ കലി തീർക്കാൻ വേണ്ടി ആരെയും അകത്ത് കടത്തരുതെന്ന് വെച്ച് സന്ധ്യയാവും മുമ്പേ സുഭദ്ര മുകളിലേക്കുള്ള വാതിൽ പൂട്ടിക്കളഞ്ഞു. ഞാൻ ഇവിടെ വായിക്കുന്നത് സരസ്വതി അമ്മയുടെ ആദ്യ കഥയായ സീതാഭവനമാണ്. അപ്പം കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. തൻ്റെ ചെറുകുടിലിനു മുമ്പിലുള്ള ഒരു കല്ലിന്മേൽ ആസനസ്ഥയായിരുന്ന ആ അധികൃത കന്യകയുടെ വദനം വിഷാദാകുലമായിരുന്നു. അസ്തമയ ദിനകരന്റെ പ്രഭയിലാറി വിലോഭനീയ വിലാസത്തോടെ വിളയാടിയിരുന്ന പ്രകൃതി വിചാര വിലീനയായിരുന്ന അവളെ ആകർഷിക്കാൻ പര്യാപ്തമല്ലായിരുന്നു. അതിനുശേഷം അവൾ അശ്രുകലുഷിത നയനങ്ങളോടെ എഴുന്നേറ്റു. മഴയുടെ ശക്തി ഒന്നിനൊന്ന് വർദ്ധിച്ചുകൊണ്ടിരുന്നുവെങ്കിലും അവൾ തൻ്റെ നിത്യകർമ്മമായ പിതൃ ശവകുടീര വന്ദനം അന്നും അനുഷ്ഠിക്കാൻ തന്നെ അവൾ നിശ്ചയിച്ചു. സീതയുടെ അച്ഛൻ മരിച്ചുപോയി. സീത എന്നും ആ ശവകുടീരത്തിനടുത്ത് ചെന്ന് അച്ഛനോട് മിണ്ടുക പതിവായിരുന്നു. ഇന്ന് 2 നാടകങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒന്ന്, ആദ്യത്തേത് അവരുടെ കഥയെഴുത്ത് എന്ന കെ സരസ്വതി അമ്മയുടെ കഥയെ ആസ്പദമാക്കി ശോഭന പടിഞ്ഞാറ്റിൽ സംവിധാനം ചെയ്യുകയും സ്മിത അമ്പു, രമ്യ വത്സല, സ്മിത ശ്രേയസ്, മിനി SK എന്നിവർ അരങ്ങിലും വരുന്ന നാടകമാണത്. അതിനുശേഷം നിരീക്ഷയുടെ മൗനം അക്ഷരം എന്ന നാടകവും ഉണ്ടായിരിക്കുന്നതാണ്. ഇത് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് കെ സരസ്വതി അമ്മ അനുസ്മരണ സമിതി വിഭാവന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു തുടക്കം മാത്രമാണ്. നിരീക്ഷയിൽ വെച്ച് ഇത് ആരംഭിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനകരമാണ്. മാത്രമല്ല ഇത്രയധികം സ്ത്രീകൾ ഇവിടെ ഒത്തുചേരുകയും അതൊരു ഒരു ചരിത്ര സംഭവം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലായിരുന്നു രാവിലത്തെ പരിപാടികളും. ഇപ്പോഴും ഇരിക്കുന്ന മനുഷ്യരും നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാകാൻ നിരീക്ഷയ്ക്കും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ അവസാനം ഈ സാംസ്കാരിക പരിപാടി എന്ന് പറയാവുന്ന 2 നാടക അവതരണം എന്ന ഈ ഘട്ടം അതിൻ്റെ ഉദ്ഘാടനം നടത്താനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ പരിപാടിക്ക് സഹായം നൽകിയ കേരള വനിതാ വികസന കോർപ്പറേഷൻ്റെ MD മാനേജിംഗ് ഡയറക്ടറായ ബിന്ദു VC ആണ്. നമുക്കറിയാം, നിരീക്ഷ വിമൻസ് ഫെസ്റ്റിവൽ 2 വർഷം നടത്തിയപ്പോഴും പിന്നീട് പരിപാടികൾക്കൊക്കെ വളരെയധികം നമുക്ക് സഹകരണം നൽകിയ ഒരു സ്ഥാപനമാണ് വനിതാ വികസന കോർപ്പറേഷൻ. വളരെ സ്നേഹപൂർവ്വം നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. വളരെ സന്തോഷപൂർവമാണ് ഞാൻ ബിന്ദു VCയെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. 2 വാക്കുകൾ പറഞ്ഞ് ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീകളുടെ കരുത്തിൽ ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് എനിക്ക് അങ്ങേയറ്റം അഭിമാനം തരുന്ന ഒരു കാര്യമാണ്. അപ്പം സ്ത്രീകൾ അവരുടെ പാഷന് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒരു നാടക സഭയെ തുടർന്ന് കുറച്ച് സ്ത്രീകൾ ഒരുമിച്ച് കൂടി ഇത്തരം ഒരു വേദി ഒരുക്കുക. പിന്നെ എന്താ പറയണ്ടേ, കഥയെഴുത്തിന് വേണ്ടി സ്വയം പൊലിഞ്ഞ ഒരു സരസ്വതി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു വർഷത്തെ ആചരണം ഇവിടെ തുടങ്ങി വെക്കുക. ഇതൊക്കെ തന്നെ വളരെയധികം അഭിമാനത്തോടെ കാണുന്ന ഒരാളാണ് ഞാൻ. സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്ക്, സ്ത്രീകളുടെ പ്രവർത്തനത്തിൽ അവർ കൂടുതൽ കരുത്താർജിച്ചുകൊണ്ടുള്ള സംഘടിത പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് സർക്കാരിൻ്റെ ഒരുപാട് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ആ പിന്തുണ അങ്ങനെ സ്ത്രീ കൂട്ടായ്മകൾക്ക് കൊടുക്കുന്നതിന് ഒരു നിമിത്തമാകാനും അല്ലെങ്കിൽ ഒരു ടൂളാവാനും വനിതാ വികസന കോർപ്പറേഷന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഏറ്റവും അഭിമാനത്തോടെ ഇന്ന് ഈ 10 വർഷം പൂർത്തിയായി ഇപ്പം മാർച്ചിൽ അല്ലെങ്കിൽ മെയ് 31 ഇറങ്ങുമ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഔപചാരികമായി ഇന്നത്തെ ഈ 2 നാടകങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹം, അഭിവാദ്യങ്ങൾ. ഈ നിരീക്ഷ
ഈ പരിപാടി കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ സഹകരിക്കാനായിട്ട് വളരെയധികം സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. കാരണം 10-30 വർഷം മുമ്പ് മുതൽ സരസ്വതിയമ്മയുടെ എല്ലാ കഥകളും വായിച്ച് അതിൽ ആവേശം കൊണ്ട് അത്തരത്തിലുള്ള എൻ്റെ ഒരു ഭൗതിക അടിത്തറയെ രൂപപ്പെടുത്തുന്നതിൽ സരസ്വതിയമ്മയുടെ കഥകൾക്കും വീക്ഷണത്തിനും വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പം ഞാൻ അടുത്തൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ കഥാപാത്രങ്ങൾക്ക് പോലും ഈ തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത് ഞാനൊരു സ്കിറ്റായിട്ട് അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. കാരണം ഈ കഥ വായിച്ചപ്പോൾ തന്നെ എല്ലാ കഥകളും ഞാൻ കഥകളെ പറ്റിയോ സരസ്വതി അമ്മേനെ പറ്റിയോ ഞാൻ പറയുന്നില്ല. രാവിലെ മുതൽ പറഞ്ഞ് കേട്ട് നിങ്ങളെല്ലാവരും അറിയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പിന്നെയും സരസ്വതി അമ്മേനെ പറ്റി സംസാരിക്കുന്നില്ല. പക്ഷേ ഈ നാടകം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. കുഞ്ഞമ്മ ഇവിടെ ഇരുന്നാണോ തുന്നാറ്? നിന്റെ കല്യാണം കഴിഞ്ഞ് നീ പോയ ശേഷം ഞാൻ എപ്പോഴും ഇവിടെ വന്നിരിക്കും. പിന്നെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ? നിന്നെ അവൻ എവിടെയെല്ലാം കൊണ്ടുപോയി? കന്യാകുമാരി കൊണ്ടുപോയില്ലേ? എവിടെ കൊണ്ടുപോകാൻ? ഇതുപോലെ തന്നെയാ കുത്തിയിരിപ്പ് വീട്ടില്. അങ്ങേർക്ക് എപ്പോഴും പഞ്ഞം പറിച്ചിലും തിരക്കും. നിന്റെ കഴുത്തിൽ കിടന്ന പണ്ടങ്ങളൊക്കെ അവിടെ എല്ലാം ഒന്ന് എടുത്തിട്ടിട്ട് നില്ലടി. ഒരു തുൽപ്പിന് കിട്ടിയാ മതി ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ. 50 പവന്റെ പണ്ടങ്ങളെ പൂച്ച് പണ്ടങ്ങളാണെന്ന് പറഞ്ഞുണ്ടാക്കുക ഒറ്റകള്. കുഞ്ഞമ്മ അവിടെ വരാന്തയിലും മറ്റോ ഇരുന്ന് തുന്നാറ്. അതല്ല രമേ, പ്രഥമ ദർശനം സംഗീതമയവും ദിവ്യവുമായ ഒരു സ്ഥലത്തും സന്ദർഭത്തിലുമാണ് നടക്കേണ്ടത്. ഒരു ദേവീക്ഷേത്രത്തിലെ ദീപാരാധന സമയം ബലിക്കപുരത്തും മുറ്റത്തും ആണുങ്ങൾ. അതാ നോക്കൊരു ചെറുപ്പക്കാരൻ അത്യുത്കണ്ഠയോടെ അകത്തേക്ക് നോക്കി ഇടയ്ക്കിടെ കണ്ണടച്ച് ഉമിനീരിറക്കി നിർവൃതിയിലാവുന്നു. അങ്ങനെ തുടങ്ങിയാൽ എന്താ? അത് കൊള്ളാം, അങ്ങനെ തന്നെ ആവട്ടെ. എനിക്ക് ആ പ്രേമം നിമിഷം കൊണ്ടങ്ങ് വളരുന്നു. ഉട്ടോപ്യയിലെ വെള്ളം വീണിട്ടാണ് ആ ചെടി വളരുന്നത്. ഈ രമ ഒരു പെസിമിസ്റ്റാണ്. ഇവിടെ കണ്ണിലെ മിസ്റ്റ് കളയാനേ ഇവിടെ പെൽമിനിസം പഠിപ്പിച്ചു വിടണം. ആണോ? എന്നാൽ ഞാൻ ഈ കഥ എഴുത്ത് നിർത്തിയിട്ട് ആ ജോലിക്ക് പോകാം. സംസ്കാര സമ്പന്നയായ തത്രഭവതിയുടെ ശിഷ്യസ്ഥാനം ഒരു മഹാ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ഈ രമ ഇന്ന് കഥ തീർച്ചാൽ അല്ലെങ്കിൽ എപ്പോഴും ആരെങ്കിലും ഉപദ്രവിക്കണമെന്നുള്ള ഞാൻ ജീവിക്കുന്നത് കഥകൾക്ക് വേണ്ടി. എഴുത്തില്ലെങ്കിൽ എനിക്ക് ജീവിത സുഖമില്ല. എഴുത്തില്ലെങ്കിൽ ജീവിത സുഖമില്ല. നിന്റെ അസന്മാർഗീയതേ പോരാടെയാവുന്നു. ഇനി ഇവിടെ വേണ്ട വേണ്ട
നൊമ്പരങ്ങളെ കത്തിച്ചു കളഞ്ഞിരിക്കുന്നു. ചിന്തകളെ എരിച്ചു കളഞ്ഞിരിക്കുന്നു. ഒരു കഥ അതെനിക്ക് എഴുതാൻ സാധിച്ചാൽ ഞാൻ സ്വതന്ത്രയാണ്. എല്ലാം അറിയുന്നവരോട് ഞാൻ എന്തിനപേക്ഷിക്കണം? പുരുഷവിരോധിയായ ഞാൻ പിന്നെ ഇവളൊക്കെ എങ്ങനെയാ എഴുത്തുകാരിയായതെന്ന് നമ്മക്കറിയത്തില്ലേ? എത്രയോ പ്രഗത്ഭരായ എഴുത്തുകാരികൾ ഇവിടെയുണ്ട്. ഇവളുമാർക്കൊക്കെ എങ്ങനെയാ റീച്ച് കിട്ടുന്നെന്ന് നമ്മക്കറിയത്തില്ലേ? ഏത് അവന്മാർക്ക് ബന്ധങ്ങൾ, ഭൂഷണങ്ങൾ. എന്തൊരു പ്രതിഭ! സ്ത്രീകളെല്ലാം ഈയാമാറ്റങ്ങളെ പോലെയല്ലേ അവർക്ക് ചുറ്റും വട്ടം ചുറ്റി നടക്കുന്നത്. ചില സ്ത്രീകളെയും പറയണമല്ലോ, പുരുഷന്മാരെ ചുറ്റി നിന്നാലേ ലാഭമുണ്ടാവൂ എന്നാണ് വിചാരിക്കുന്നത്. സ്വന്തമായി വളരണമെന്ന് ഒരു വിചാരവുമില്ല. അല്ല, നിങ്ങൾ അവരുടെ കഥകൾ വായിച്ചതല്ലേ? വിവാഹ ജീവിതം, കുടുംബം, ഇവയൊന്നും സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്തുന്നില്ലെങ്കിലും നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്കനുസരിച്ച് ജീവിക്കുന്നവരല്ലേ അവരുടെ കഥാപാത്രങ്ങൾ. ഒരു തരം കീഴടങ്ങൽ, അത് തന്നെ. നീ എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത്? എന്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട്. അപ്പോ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. കാരണം നിങ്ങൾ എന്റെ ഭർത്താവായതുകൊണ്ട്. മനസ്സിലായോ? മനസ്സിലായി. പരിഹാസം. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിലെ ഈ ഒത്തുതീർപ്പിനെ പരിഹസിക്കുന്ന സ്ത്രീകൾ അവരുടെ കഥയിലുണ്ട്. പിന്നെ ചുറ്റുമുള്ളവർ മുഴുവൻ തമസ്കരിക്കുമ്പോഴും ആ തമസ്കരണത്തിനുള്ളിലിരുന്നു കൊണ്ട് ഒരു ആത്മബോധത്തോടെ സ്ത്രീകൾ ജീവിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഈ നാടകം പൂർണ്ണമായിട്ടില്ല. മൗനമാക്കപ്പെട്ട സ്ത്രീ ശബ്ദത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒരൊറ്റ ശബ്ദമാണെങ്കിലും ഈ സമൂഹത്തിൽ എത്രയധികം മാറ്റം വരുത്താൻ അതിന് സാധിക്കുന്നു. ഞാൻ എൻ്റെ പണിയിലേക്ക് തിരിച്ചു പോവുകയാണ്. മാറ്റി എഴുതാം. ആ മാറ്റിയെഴുത്തിലേക്ക് നിങ്ങളും പങ്കാളികളാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ സരസ്വതിയമ്മയെ നമ്മൾ അന്വേഷിക്കുകയായിരുന്നു. ഇന്നല്ല, അതിനോടൊപ്പം കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ അന്വേഷണം തുടങ്ങിയതാണ്. അതിനോടൊപ്പം ഇവിടെയുള്ള എല്ലാ എഴുത്തുകാരികളെയും കൂടിയാണ് നമ്മൾ അന്വേഷിച്ചത്. ഇവിടെ ഒരുപക്ഷെ ഈ അന്വേഷണം നമുക്ക് ഭയങ്കര സ്ട്രഗിൾ നൽകിയ ഒന്നാണ്. അത്ര എളുപ്പമായിരുന്നില്ല. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വലിയ ദിവസത്തിന് നിരീക്ഷ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഇത് കൂട്ടായ ഒരു ശ്രമമാണ് കേട്ടോ. ആരും ഡയറക്ടേഴ്സും ഇല്ല. വളരെ ചർച്ച ചെയ്ത് ഇവരുടെ എല്ലാവരുടെ അഭിപ്രായമാണ്. നിരീക്ഷയിലെ ആക്ടേഴ്സാണ് അശ്വിനി ചന്ദ്, അശ്വതി, ഗീത, പൂജ.